മെസ്സി ഗോളടിക്കുന്ന സമയത്ത് അടയാളപ്പെടുത്തുക കാലമേ, ഇത് ഘടികാരങ്ങൾ നിലക്കുന്ന സമയം പ്രോപ്പറായിട്ട് ചേർന്ന് വരികയാണ്. ജനം മുഴുവൻ ഇത്, കാരണം ജനത്തിന് മെസ്സിയെ പോലെ അവർ ഏറ്റവും ഇഷ്ടപ്പെടുന്ന ഒരു കളിക്കാരൻ ഗോളടിച്ച് അവർ ആനന്ദിക്കുമ്പോൾ അവരറിയാതെ ബീജിയം പോലെ അവരുടെ കാതുകളിൽ വന്ന് വീഴുന്നൊരു സാധനം. ഓ ഘടികം, അടയാളപ്പെടുത്തുക കാലമേ, ഇത് ഘടികാരങ്ങൾ നിലക്കുന്ന സമയം. സെന്റ് പീറ്റേഴ്സ്ബർഗിൽ സിംഹരാജാവ് എഴുന്നള്ളുന്നു. മെസ്സിയുടെ കമന്ററിയിൽ നമ്മൾ ഉപയോഗിച്ച സാഹിത്യത്തിനും ഡയലോഗിനും ഒരു പ്രസക്തിയുണ്ട്. മറിച്ച് റൊണാൾഡോന്റെ കമന്ററി എന്ന് വെച്ചാൽ എൻ്റെ വോയിസിന്റെ പവർ മാത്രമാണ്. റൊണാൾഡോ എന്ന് പറഞ്ഞിങ്ങനെ പോവാണ്, റൊണാൾഡോ. അതാ ഇപ്പോഴും ആൾക്കാർ ഇങ്ങനെ, ഇപ്പോഴും എനിക്കത് പറയുമ്പോൾ എനിക്ക് ചിരി വരും, എനിക്ക് നാണം വരും ആൾക്കാർ പറയുമ്പോൾ റൊണാൾഡോ എന്നൊക്കെ പറയും. റൊണാൾഡോ കാണുക. പക്ഷേ നിങ്ങൾ ആ കമന്ററി വീണ്ടും വീണ്ടും റിവൈൻഡ് ചെയ്യുക. റൊണാൾഡോയുടെ ഗോള് വരുന്നതിന് മുൻപ്, ഗോള് സംഭവിക്കുന്ന അതേ നിമിഷം ആ കമന്ററി പുറപ്പെടും മുമ്പ് ഒരു 4 സെക്കൻഡ് സൈലൻസ് ഉണ്ട്. ആ ഗോളിനെയും ആ കമന്ററിയെയും ഏറ്റവും മനോഹരമാക്കുന്നത് ആ സൈലൻസ് ആണ്. ഫ്രീ കിക്ക് ഫോർ പോർച്ചുഗൽ. റൊണാൾഡോ റൊണാൾഡോ എന്നുള്ള വിളി അടുത്ത ദിവസം ശബ്ദം കാണുമെന്ന് സംശയം. ഇവിടുന്ന് പൊട്ടിച്ച് വരാമെന്നു ആൾക്കാർക്ക് അറിയുമല്ലേ. അവിടെ നിന്ന് ആശുപത്രി പോയി ചികിത്സിച്ച് വീണ്ടും കമന്ററിയാണ്, മനസ്സിലായില്ല. അപ്പം അതൊക്കെ വല്ലാത്തൊരു അനുഭവമാണ്. പക്ഷെ എൻ്റെ പേഴ്സണൽ ചോയ്സ് എന്ന് പറഞ്ഞാൽ എനിക്ക് എപ്പോഴും ഹാർട്ട് ബ്രേക്കിംഗ് ലോസിന് ശബ്ദം കൊടുക്കാനാണ് ഇഷ്ടം. താങ്ങി നിർത്താൻ എത്ര സെറ്റ് ബാക്ക് ഉണ്ടായാലും എത്ര തവണ തോറ്റു മടങ്ങിയാലും അത് അവിടെ ഇരിക്കുന്നിടത്തോളം കാലം ഞങ്ങൾ വന്നുകൊണ്ടേയിരിക്കും. ഞങ്ങളുടെ ടീം ഇവിടെ ഉണ്ടാകും, ഞങ്ങൾ ആരാധകർ ഇവിടെ ഉണ്ടാകും, ഈ കപ്പ് ഇവിടെ ഉള്ളിടത്തോളം കാലം, ബിക്കോസ് ഇറ്റ് ഈസ് സ്റ്റിൽ ദെയർ എന്ന് പറയുന്ന ഒരു സംഗതിയാണ്. ഇഷ്ടം പോലെ ട്രോൾ വന്നു. ട്രോളന്മാരുടെ ഇഷ്ടവിഭവമായിരുന്നു ആ സമയത്ത്. തീർച്ചയായിട്ടും. പക്ഷെ സിൻസിയർലി പറയട്ടെ, ഒരെണ്ണം പോലും എന്നെ വേദനിപ്പിക്കും. ആരാണ് ആദ്യം മൈക്കിന്റെ മുന്നിൽ നിർത്തിയത് എന്ന് എന്നോട് ചോദിച്ചാൽ എനിക്ക് ഒറ്റ ഉത്തരം ഉണ്ടാവുള്ളൂ. ഇത്രയും അടമൻ്റാണ് പുള്ളി ചില കാര്യങ്ങൾ. നീ പ്രസംഗിച്ചേ പറ്റും. ഞാൻ അവിടെ സ്റ്റേജിൽ മരിച്ചു വീണാൽ പോലും മരിച്ചു വീണ ഞാൻ ആ പ്രസംഗം മുഴുവനായിട്ട് പറയും. കാരണം അങ്ങനെയാണ് പുള്ളി ട്രെയിൻ ചെയ്യുന്നത്. ആ പിന്നെ മുട്ടിടിക്കാതെ ഇന്നും ഒരു ദിവസം പോലും ഞാൻ മൈക്കിന്റെ മുമ്പിൽ നിൽക്കാറില്ല. ആ മുട്ടിടി എനിക്ക് ഇപ്പോഴും ഉണ്ട്. ആ മുട്ടിടി എൻ്റെ പെർഫോമൻസിനെ എൻഹാൻസ് ചെയ്യിക്കുന്ന മുട്ടിടിയാണെന്ന് ഞാൻ അന്നും വിശ്വസിക്കുന്നു, ഇന്നും വിശ്വസിക്കുന്നു. സ്ഥാനം അല്ലെങ്കിൽ ഈ ഒരു ഏരിയ റീപ്ലേസ് ചെയ്തു പോകുമെന്നുള്ളൊരു ഫിയർ ഫാക്ടർ ഉണ്ടോ? ഉഗ്രം ചോദ്യം. എങ്കിൽ ഞാൻ പറയട്ടെ അതിന് കൃത്യമായ ഉത്തരം. അവൻ കൈമടക്കിയ ഷർട്ട് മീൻസ് ഞാൻ എപ്പോൾ ഷർട്ട് ഉപയോഗിക്കുന്നോ അവനാണ് കൈമടക്കുക. അങ്ങനെ ഒരു കാലം 2019 ആകസ്മികമായിട്ട് അവൻ വിട പറയും, മരിക്കുകയാണ്. ഇതെങ്ങനെ സംഭവിച്ചത്? We watch a game with our eyes, but we feel it with a voice. That voice tells us when to rise, when to hold our breath, and when to believe in miracles. Today, I'm not sitting with just a commentator. I'm sitting with a storyteller, a man whose words have traveled faster than the ball itself. This is Shine with Nalan, and this is the voice behind the role. Welcome, Shaijada. Shaiju Damodaran. അല്ലേ? അങ്ങനെയാണ്. ദാമോദർജി എന്ന് വിളിക്കാനായിരിക്കും ഇഷ്ടം, ഏറ്റവും ഇഷ്ടം അല്ലേ? അതിന്റെ കഥകൾ വേറെ പറയാം. എന്തായാലും ഭയങ്കര ഇഷ്ടമാണ് അങ്ങനെ വിളിക്കണ കേൾക്കുമ്പോൾ. പ്രത്യേകിച്ച് നിങ്ങൾ വിളിക്കണ കേൾക്കുമ്പോൾ ഒരു പ്രത്യേക താളവും ഒരു ഇമ്പൊക്കെ ഉണ്ട്. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ദാമോദർജി എന്ന് വിളിക്കുന്നത്. അതുകൊണ്ടാണ് ഞാൻ അങ്ങനെ വിളിക്കുന്നത്. ഷൈജേട്ടാ, ബിഫോർ ദി സ്റ്റേഡിയംസ്, ബിഫോർ ദി ബ്രോഡ്കാസ്റ്റ്, ബിഫോർ മില്യൻസ് റിക്കഗ്നൈസ്ഡ് യുവർ വോയിസ്, ഹൂ വേ യു? ആരായിരുന്നു താങ്കൾ? ആരായിരുന്നു? നല്ല ചോദ്യമാണ്. ഈ ചോദ്യത്തിന് ചെറിയ മീൻസ് ഒറ്റ വാക്കിൽ ഉത്തരം പറയുക അസാധ്യമാണ്. എങ്കിലും പരമാവധി ഞാൻ ശ്രമിക്കാം. 1972-73 കാലഘട്ടത്തിൽ ജനിക്കുന്നു. ആലപ്പുഴ ജനനം കൊണ്ട് ആലപ്പുഴ ജില്ലയിലെ അരൂരാണ്, പിറവി കൊണ്ട്. പക്ഷേ വളർച്ച എന്ന് പറയുന്നത് എറണാകുളം ജില്ലയ്ക്ക് അവകാശപ്പെട്ടതാണ്. എറണാകുളം ജില്ലയുടെ തീരപ്രദേശം, കടലിൻ്റെ കാറ്റും
കടലിൻ്റെ മണവും കടലിൻ്റെ കരുത്തും കടലിൻ്റെ ഉപ്പും കടലിൻ്റെ എന്താ പറയുക ആ കടൽ മണലിൻ്റെ എല്ലാ സ്വഭാവമുള്ള ജീവിത ശൈലിയും അത് പക്കാ തീരദേശം വൈപ്പിൻ. അവിടെയാണ് ജീവിതം, ബാല്യം, കൗമാരം, യൗവനം എല്ലാം അവിടെയാണ്. അമ്മയുടെ വീട് അവിടെയായിരുന്നു, ഓച്ചന്തുരുത്ത്. പിന്നെ പഠനം, കർമ്മം ഇതെല്ലാം കൊച്ചി നഗരമാണ്. പഠിച്ചതും കർമ്മ മണ്ഡലമൊക്കെ കൊച്ചി നഗരം. അത് 2 സ്കൂളുകളിലായിട്ടാണ് പഠിച്ചത്. അത് ഓച്ചന്തുരുത്ത് ശ്രീ സുഹൃത സംരക്ഷിണി സഭ എന്ന് പറയുന്ന 4SSSS UPS വരെ 7ാം ക്ലാസ് വരെ അവിടെ തന്നെയാണ് നഴ്സറിയും പഠിച്ചത്. 7ാം ക്ലാസ് വരെ അവിടെ. പിന്നീട് ഇപ്പോൾ പുതുവൈപ്പ് എന്നൊക്കെ പറഞ്ഞാൽ നമ്മൾ അറിയും. ഇവിടെ നമ്മുടെ പെട്രോനെറ്റ് പദ്ധതി എന്നൊക്കെ പറഞ്ഞ് വലിയ പേരാണ് ഇപ്പോൾ പുതുവൈപ്പ് എന്ന് പറഞ്ഞത്. വൈപ്പിൻകരയിലെ തന്നെയുള്ള ഓച്ചന്തുരുത്തിൻ്റെ തൊട്ടപ്പുറം പുതുവൈപ്പിലെ SCH സാന്താക്രൂസ് ഹൈസ്കൂളിൽ 10ാം ക്ലാസ് വരെ. പ്രീ ഡിഗ്രി കൊച്ചിൻ കോളേജിൽ നേരെ ഒരു എന്താ പറയുക അഴിമുഖം ക്രോസ് ചെയ്ത് ഇപ്പുറത്തേക്ക് ഫോർട്ട് കൊച്ചിയിലേക്ക് വരുന്നു. ഫോർട്ട് കൊച്ചിയിലാണ് കൊച്ചിൻ കോളേജ്, റെഗുലർ മഹാത്മാഗാന്ധി യൂണിവേഴ്സിറ്റി റെഗുലർ കൊച്ചിൻ കോളേജിൽ പ്രീ ഡിഗ്രി. പിന്നെയുള്ള പഠനമെല്ലാം കളമശ്ശേരി സെൻറ്റ് പോൾസ് കോളേജ് മീഡിയ അക്കാഡമി കാക്കനാട്. ഇതാണ് പഠന വഴി എന്ന് പറഞ്ഞാൽ ചുരുക്കി. ഈ പഠിപ്പിച്ചിരുന്ന കാലഘട്ടത്തിലുള്ള പ്രിൻസിപ്പൾമാരെയൊക്കെ ഓർമ്മയുണ്ട്, ഹെഡ് മാസ്റ്റർ, പണ്ടത്തെ ഹെഡ് മിസ്ട്രസ്? തീർച്ചയായിട്ടും ഒരുപാട് ആളുകളെ. 1ാം ക്ലാസ്സിൽ പഠിപ്പിച്ച സലീല ടീച്ചർ മുതൽ 2ാം ക്ലാസ്സിലേക്ക് വരുമ്പോൾ സലീല ടീച്ചർ കഴിഞ്ഞ് രതി ടീച്ചറാവുന്നു. പിന്നെ 3ാം ക്ലാസ്സിലേക്ക് വരുമ്പോൾ സരള ടീച്ചർ വരുന്നു. 4ാം ക്ലാസ്സിലേക്ക് വരുമ്പോൾ പുഷ്പ ടീച്ചർ വരുന്നു. 5ാം ക്ലാസ് വരുമ്പോൾ തങ്കം. അങ്ങനെ പഠിപ്പിച്ച ടീച്ചർമാർ, ജോഷി മാഷ് ആ സ്കൂളിലെ ആ 2 മെയിൽ അധ്യാപകരുണ്ടായുള്ളൂ, ബാബു സാറും ജോഷി മാഷും. ആ സ്കൂളിൽ ജോഷി സാറിനോട് ഇപ്പോഴും ബന്ധമുണ്ട്. ഇപ്പോഴും എനിക്ക് തോന്നുന്ന ഒരു 4-5 മാസം മുന്നേ വരെ ജോഷി സാറിനെ കണ്ടതാണ്. ജോഷി സാറ് അങ്ങനെ എൻ്റെ സ്കൂൾ കാലത്തിൽ എന്നെ പഠിപ്പിച്ച എല്ലാ ടീച്ചർമാർക്ക് ഇപ്പോൾ എന്നെ ഓർമ്മയുണ്ടോയെന്ന് അറിയില്ല. പിന്നെ ഹൈസ്കൂളിലേക്ക് പോയ ഷേർലി മിസ്, പിന്നെ 10ാം ക്ലാസ്സിൽ പഠിപ്പിച്ച UCBS സാറ്, എനിക്ക് തോന്നുന്നു എറണാകുളത്ത് പൊന്നുരുന്നില ആണ് സാറിൻ്റെ വീട്. ഈ ടീച്ചറിനും സാറിനൊക്കെ ഇപ്പോൾ എന്നെ ഓർമ്മയുണ്ടോയെന്ന് അറിയില്ല, പക്ഷേ എനിക്ക് അവരെയൊക്കെ കൃത്യമായിട്ട് ഓർമ്മയുണ്ട്. അച്ഛൻ്റെ അമ്മയുടെയൊക്കെ പേര്? ദാമോദരൻ, ലളിത. അച്ഛനും അമ്മയൊക്കെ എന്തായിരുന്നു ചെയ്തിരുന്നത്? വളരെ സാധാരണക്കാരായ 2 ആളുകൾ. അച്ഛൻ ആദ്യം നമ്മുടെ ജിയോവണോള ബിന്നി എന്ന് പറയുന്ന ഒരു പണ്ട് കാലത്ത് വലിയ ബ്രാൻഡാണ്. അതായത് ഡാൽമിയ ഗ്രൂപ്പിൻ്റെ കമ്പനിയായിരുന്നു അത്. പള്ളുരുത്തിയിലായിരുന്നു ജിയോവണോള ബിന്നി. ആ കമ്പനിയിലെ ഒരു തൊഴിലാളിയായിരുന്നു. ആ കമ്പനി ലോക്കൗട്ട് ചെയ്ത് പോകുന്നു. പിന്നെ ഒരുപാട് നാൾ ശരിക്കും തൊഴിൽ രഹിതനാണ് അച്ഛൻ. അപ്പം എൻ്റെയൊക്കെ ഒരു ഞാൻ വളർന്ന സമയം എന്നൊക്കെ പറയുന്നത് എന്താ പറയുക, ഇപ്പം എത്ര പേർക്ക് അത് അറിയുമെന്നൊന്നും എനിക്കറിയില്ല. ശരിക്കും പറഞ്ഞാൽ എന്താ പറയുക, ഫാമിലി എന്ന് പറയുന്നത് അതികഠിനമായ ഒരു വളരെ ദാരിദ്ര്യമുള്ളൊരു ബാക്ക്ഗ്രൗണ്ടിൽ നിന്നാണ് വരുന്നത്. 2 പേര്, ഞാനും അനിയനും ബൈജു. അപ്പോൾ അച്ഛൻ ശരിക്കും പറഞ്ഞാൽ എൻ്റെ ഒരു വളർച്ചയുടെ കാലഘട്ടം മുഴുവൻ എൻ്റെ അച്ഛൻ കൂലിപ്പണിക്കാരനാണ്, ശരിക്കും കൂലിപ്പണിക്കാരനാണ്. പിന്നെ ഞാൻ കോളേജിലേക്ക് എത്തി, ഒരു ഡിഗ്രി കഴിയുന്ന സമയത്താണ് ലോക്കൗട്ടിലായിപ്പോയ അച്ഛൻ്റെ പഴയ കമ്പനി FACT ഏറ്റെടുക്കുന്നതും. സർക്കാരിൻ്റെ ശ്രമഫലമായിട്ട് FACT ഏറ്റെടുത്ത് അച്ഛന് 2ാമത് ജോലി കിട്ടുമ്പോൾ അച്ഛൻ അപ്പോഴേക്കും ഞാൻ എൻ്റെ ഈ സ്കൂൾ കാലഘട്ടമൊക്കെ കഴിഞ്ഞു. അതുകൊണ്ടാണ് ഈ പറിച്ചു നടൽ എൻ്റെ ജീവിതത്തിൽ അനിവാര്യമായി തീർന്ന സംഗതി. അതുകൊണ്ടാണ് എൻ്റെ നേരത്തെ ഞാൻ പറഞ്ഞതുപോലെ എൻ്റെ ബാല്യവും കൗമാരവും യൗവനമൊക്കെ അമ്മ വീട്ടിലായിപ്പോയത്. എന്തുകൊണ്ടാണെന്ന് പറഞ്ഞാൽ എൻ്റെ യഥാർത്ഥ ബാക്ക്ഗ്രൗണ്ടിൽ അവിടെ ഈ പറയുന്ന പോലെ ആ ഒരു എന്താ പറയുക, ഒരു സമ്പന്നമായ ഒരു ഫാമിലി സെറ്റപ്പ് അല്ലായിരുന്നുകൊണ്ട് എത്രയോ പേർക്ക് ഇത് നേരിട്ടുണ്ടാവും അമ്മ വീട്ടിൽ വളരുന്നത്. അതുകൊണ്ടാണ് അതിൻ്റെ കാര്യം. ഈ ജീവിതത്തിൽ നമ്മളിപ്പം സ്കൂളിൽ പഠിക്കുന്നു, കോളേജിൽ പഠിക്കുന്നു, നമ്മൾ ഈ ലൈഫിൽ ആദ്യമായിട്ട് താങ്കൾ മൈക്ക് എടുത്തത് എവിടെ വെച്ചായിരുന്നു? സ്കൂളിൽ വെച്ച് തന്നെയാണ്. അത് സ്കൂൾ തന്നെയാണ്. അതായത് എനിക്ക് തോന്നുന്നു ഈ കഴിഞ്ഞ കുറച്ച് നാൾ മുന്നേ എന്നെ ഈ പ്രൈമറി തലം മുതൽ UP ക്ലാസ് വരെ എൻ്റെ ഒപ്പം പഠിച്ചിരുന്ന എൻ്റെ ഒരു സുഹൃത്ത്, അത് വളരെ ആകസ്മികമായി അദ്ദേഹത്തെ കാണാനിടയായപ്പോൾ അദ്ദേഹം എൻ്റെ അടുത്ത് ഇങ്ങനെ പറയുകയാണ്, ഇങ്ങനെ 4ാം ക്ലാസ്സിലൊക്കെ പഠിക്കുമ്പോൾ ഒരു പീരീഡ് ടീച്ചർ വന്നില്ലെങ്കിൽ, നിനക്ക് ഓർമ്മയില്ലേ, ഹെഡ് മിസ്ട്രസ് വന്നിട്ട് പറയും നിന്നെക്കൊണ്ട് ഏതെങ്കിലും ഒരു പാഠപുസ്തകത്തിലെ ഒരു പാഠം നിന്നെക്കൊണ്ടങ്ങ് വായിപ്പിക്കും. ഇനി അതൊന്നുമില്ലെങ്കിൽ ഏതെങ്കിലും ഒരു കഥാപുസ്തകത്തിൽ ഒരു കഥാപുസ്തകം അത് നിന്നെക്കൊണ്ടങ്ങ് വായിപ്പിക്കും. നീ അത് മറ്റേ മേശയുടെ അവിടെ പോയി നിന്നിട്ട് അതിങ്ങനെ വായിച്ച് ഞങ്ങളുടെ മുന്നിൽ ഇങ്ങനെ അവതരിപ്പിക്കും. അപ്പോൾ ആ സമയത്ത് തന്നെ ഒരു സംഗതി ഈ വെറും വായിക്കലല്ല, അതിനെ ഇങ്ങനോട് എക്സ്പ്രസ് ചെയ്യാണ് ഭയങ്കരമായിട്ട്. അതായത് വായിക്കുക, അഭിനയിക്കുക, ഇതെല്ലാം കൂടെ ഒരുമിച്ചാണ് വരുന്നത്. മോണോ ആക്ടിങ് കറക്റ്റ്. അപ്പോൾ അത് നിനക്ക് ഓർമ്മ, ഞാൻ പറഞ്ഞു ശരിയാണ്, അതെനിക്ക് ഓർമ്മ, മഹീബ്. അപ്പോൾ ഞാൻ മഹീബ് ഇത് പറയുമ്പോൾ ഞാനിങ്ങനെ ഓർക്കുകയാണ്, ശരിയാണ്, വാസ്തവത്തിൽ അതൊക്കെയായിരുന്നു ആദ്യകാലത്തെ ട്രെയിനിങ്. 4ാം ക്ലാസ് മുതൽ അതേ സ്കൂളിലെ
എല്ലാ പ്രസംഗ മത്സരത്തിലും ഞാൻ പങ്കാളിയാണ്. ആ 4ാം ക്ലാസ് മുതൽ തുടങ്ങിയത്. അതിന് നന്ദി പറയേണ്ടത് എൻ്റെ അമ്മാവനോടാണ്. എൻ്റെ അമ്മയുടെ വീട്ടിൽ കൊണ്ടുപോയി വളർത്താൻ കാരണക്കാരനും പിന്നീട് എൻ്റെ ജീവിതത്തിൻ്റെ ഓരോ ചുവടുകളിലും നിഴല് പോലെ എൻ്റെ കൂടെ ഉണ്ടായിരുന്നത് ഇപ്പോഴും കൂടെ ഉണ്ട്. എൻ്റെ അമ്മാവൻ്റെ പേര് ഷാജി. അദ്ദേഹമാണ് ചെറുപ്പത്തിലെ, വാസ്തവത്തിൽ ഈ റീവൈൻഡ് ചെയ്ത് പോയാൽ ആരാണ് ആദ്യം മൈക്ക് എടുത്ത് കയ്യിൽ തന്നത്, ആരാണ് ആദ്യം മൈക്കിന് മുന്നിൽ നിർത്തിയത് എന്ന് എന്നോട് ചോദിച്ചാൽ എനിക്ക് ഒറ്റ ഉത്തരം ഉണ്ടാവുള്ളൂ, അതെൻ്റെ അമ്മാവനാണ്. കാരണം അമ്മാവൻ്റെ നിർബന്ധം, അല്ലെങ്കിൽ അത്രയും അടമൻ്റാണ് പുള്ളി ചില കാര്യങ്ങളിൽ. നീ പ്രസംഗിച്ചേ പ്രസംഗിക്കണം. പ്രത്യേകിച്ച് ശ്രീനാരായണ ഗുരുവിൻ്റെ ഈ ജയന്തി ആഘോഷം അല്ലെങ്കിൽ സമാധിക്കൊക്കെ ഈ മത്സരങ്ങൾ നടക്കും, അതിലൊക്കെ നിർബന്ധമായിട്ട് ഞാൻ പങ്കെടുത്തേ പറ്റൂ. അപ്പോൾ അന്നൊക്കെ ഞാൻ തിരിഞ്ഞു നോക്കുമ്പോൾ അന്ന് എനിക്കിതൊരു പീഡനമായിരുന്നു ശരിക്കും. കാരണം ഇത് വന്ന എനിക്ക് ഈ വർഷം മറ്റേ ശ്രീനാരായണ ഗുരു സമാധി വരുന്നുണ്ടല്ലോ, ജയന്തി വരുന്നുണ്ടല്ലോ, ഇപ്പോൾ അമ്മാവൻ തുടങ്ങും. കാരണം പുള്ളി തന്നെ പ്രസംഗം പ്രിപ്പയർ ചെയ്യും. ഇത് ഞാൻ കാണാതെ പഠിക്കണം. എല്ലാ ദിവസവും വൈകിട്ട് പുള്ളി ജോലി കഴിഞ്ഞ് തിരിച്ചു വരുമ്പോൾ ട്രെയിനിങ് ആണ്, ഡെയിലി ബേസിസിൽ. അതായത് മത്സരം നടക്കുന്നതിൻ്റെ 1 മാസം എനിക്ക് വൈകുന്നേരം വേറെ ഒരു പണിയില്ല, ഇതാണ് ട്രെയിനിങ്. ഹൗ ടു അപ്പിയർ ഓൺ ദ സ്റ്റേജിലേക്ക് കയറി വരുന്നത് എങ്ങനെയാണ്, മൈക്ക് എങ്ങനെയാണ് കൈകൊണ്ട് പിടിക്കുന്നത്, മൈക്കിൻ്റെ മുമ്പിൽ നിന്ന് ആദ്യം പറയേണ്ടത് എങ്ങനെയാണ്. ഇപ്പോൾ നമ്മൾ തന്നെ ഷോ തുടങ്ങുന്നതിന് മുന്നേ ഷേക്ക് ഹാൻഡ് കൊടുക്കണോ നമസ്കാരം പറയണോ എന്നുള്ള ചർച്ച കൂടെ നടന്നു. അപ്പോൾ എന്ന് പറയുന്ന പോലെ പുള്ളിയുടെ രീതികളുണ്ട്. സഭയ്ക്ക് വന്ദനം, അല്ലെങ്കിൽ മാന്യ സദസ്സിന് കൂപ്പുകൈ എന്നൊക്കെ പറയുന്ന ആ പ്രോട്ടോക്കോളില്ലേ, അതൊക്കെ ആ കാര്യത്തിലൊക്കെ അടവൻ. അത് ഇങ്ങനെ പറയാവൂ, അപ്പോൾ ഇങ്ങനെ പറയുമ്പോൾ കൈ ഇങ്ങനെ വരണം. അങ്ങനെ ഓരോ കാര്യങ്ങളിലും മൈക്കിൻ്റെ മുമ്പിലെ ഞാൻ എന്ന് പറയുന്നത് എന്നെ ആക്കി തീർത്തത് ശരിക്കും പറഞ്ഞാൽ ഓൾ ക്രെഡിറ്റ്. കാരണം തിരിഞ്ഞു നോക്കുമ്പോൾ ഇപ്പോൾ നമ്മൾ അതിലും വലിയ കാര്യങ്ങൾ മൈക്കിൻ്റെ മുന്നിൽ അതിലും വലിയ കാര്യങ്ങൾ ചെയ്യുന്നുണ്ടാകാം. പക്ഷെ അൾട്ടിമേറ്റ്ലി ഓരോ മനുഷ്യൻ്റെയും തുടക്കം അതാണ് യഥാർത്ഥത്തിലുള്ള ബേസിക് അല്ലേ, ആ ഒരു ബേസിക് ട്രെയിനിങ് എന്ന് പറയാം. അതാണ് ആ ബേസിക് ട്രെയിനിങ് പ്രോപ്പറായി കിട്ടിയ ഒരാൾക്ക് ജീവിതത്തിൽ ഏത് സ്റ്റേജിലും ഏത് മൈക്കിൻ്റെ മുമ്പിലും എന്ത് കാര്യവും കൂസാതെ പറയാൻ കഴിയും എന്നുള്ളത് എൻ്റെ ജീവിതം വേണമെങ്കിൽ എനിക്ക് പറയാം. കറക്റ്റ് അങ്ങനെ തന്നെയാണ്. കാരണം അവിടെയാണ് എനിക്ക് ആദ്യത്തെ ട്രെയിനിങ്ങുകൾ കിട്ടിയിരുന്നത്. ശരിയാ. ഈ കുട്ടിക്കാലത്ത് കഷ്ടപ്പാടും ഒക്കെ ഉള്ളപ്പോഴും നമുക്ക് അന്നത്തെ ഓർമ്മകളെന്ന് പറയുന്നത് നമ്മളെ മുറ്റത്ത് ഈ മൾബറി ഭയങ്കര ലക്ഷറിയസ് ഫ്രൂട്ടാണത്. ജാമ്പയ്ക്ക, അതും ഈ ചുമന്ന കളറുള്ള ജാമ്പയ്ക്ക, പുളി പറിച്ചിട്ട് നമ്മളത് ഉപ്പും കൂട്ടി കഴിക്കുക, ഇങ്ങനെയുള്ള നൊസ്റ്റാൾജിക് മൊമെൻറ്റ്സ് ഒക്കെ ഉണ്ടായിരുന്നു. അതേപോലെ തന്നെ പറങ്കി മാങ്ങ, ഇതെല്ലാം ഭയങ്കര ഹെൽത്ത് ബെനിഫിറ്റ്സും ഉണ്ടായിട്ടുണ്ട്. താങ്കളുടെ കുട്ടിക്കാലത്തെ ലൈഫ് എങ്ങനെയായിരുന്നു? ഫുഡ് റിലേറ്റ് ചെയ്തിട്ടൊക്കെ എങ്ങനെയായിരുന്നു? ഫുഡ് റിലേറ്റ് ചെയ്ത് പറയുമ്പോൾ ഇപ്പോൾ ഈ ഒരു സംഗതി പറഞ്ഞല്ലോ, ഈ ഒരു സംഗതി പറയുമ്പോൾ തീർച്ചയായിട്ടും അതിൽ പറഞ്ഞ മൾബറി ഒഴികെ ബാക്കി 3 അത് ഉറപ്പായിട്ട് എൻ്റെ ഇപ്പം പറയുമ്പോഴാണ് എനിക്ക് നൊസ്റ്റാൾജി അടിക്കുന്നത്. ശരിയാണ്. ഈ പുളി എറിഞ്ഞ് പച്ചപ്പുളി, പഴുത്ത് വീഴുന്ന പുളി, നമ്മൾ വാളംപുളി, അത് കഴിക്കുക, ഉപ്പും കൂട്ടി കഴിക്കുക. മാങ്ങ എറിഞ്ഞ് താഴെ വീഴ്ത്തി, അതും ചെനച്ച മാങ്ങ, പച്ചമാങ്ങ, അത്യാവശ്യം മൂത്ത ഉള്ളിൽ ചുമപ്പ് വന്ന് തുടങ്ങിയ മാങ്ങ, ഇതെല്ലാത്തിലും ഉപ്പ് ഇതിലൊരു ഘടകമാണ്. കഴിക്കുക. ജാമ്പയ്ക്ക, ഈ 3 സംഗതിക്കും എൻ്റെ എന്താ പറയുക ചെറുപ്പകാലത്ത് പറയുകയാണെങ്കിൽ കൃത്യമായി ഈ ജാമ്പയ്ക്കയും പുളിയും മാങ്ങയും ഒക്കെ എറിഞ്ഞും വീണ് കിട്ടിയത് കഴിച്ചു, എല്ലാം കൃത്യമായ സാധനമാണ്. ശേഷം അതിനകത്തൊരു കാര്യം എന്ന് പറയുന്നത് അന്നത്തെ കാലത്ത് ഇത് പറിക്കാൻ സമ്മതിക്കാറില്ല, വീട്ടുകാർ സമ്മതിക്കുക. നമ്മൾ അടിച്ചു മാറ്റുക, അല്ലെങ്കിൽ എറിഞ്ഞിടുക, എന്നിട്ട് ഇത് ചെയ്യുന്നതിന് അടി വാങ്ങിക്കുക. അങ്ങനെ അടി വാങ്ങിച്ച മുഹൂർത്തങ്ങളൊക്കെ ഇഷ്ടം പോലെ. കാരണം ഇത് വീഴുന്നില്ലല്ലോ. അപ്പോൾ എറിയാൻ പാടില്ല. എറിഞ്ഞാൽ സംഗതി തകരാറാണ്. വീണത് എടുക്കാം, പക്ഷേ എറിഞ്ഞാൽ സംഗതി തകരാറായി. അപ്പോൾ അങ്ങനെ എറിഞ്ഞ് പിന്നെ ഞാൻ നന്നായിട്ട് എനിക്ക് ഫുട്ബോളാണ് എൻ്റെ സംഗതിയെങ്കിലും എൻ്റെ ജോലി കർമ്മമണ്ഡലം ഫുട്ബോളാണെങ്കിലും ഞാൻ ഏറ്റവും കൂടുതൽ കളിച്ചിരിക്കുന്നത് ക്രിക്കറ്റാണ്. ക്രിക്കറ്റിൽ തന്നെ ഞാൻ ഒട്ടും വളരെ മോശം ത്രോ ചെയ്യുന്ന ആളാണ്. ഞാൻ പ്രൊഫഷണൽ കളിച്ച സമയത്തൊന്നും ഒരു 100 എറി എറിഞ്ഞതിൽ 99 എറിയും കൊള്ളാതെ പോയിരിക്കുന്നു ത്രോ. അപ്പോൾ അത് ചെറുപ്പത്തിൽ തൊട്ട് എങ്ങനെയാണ് ഞാൻ എറിയും വേറെ എങ്ങോട്ടെങ്കിലും പോകും. ക്രിക്കറ്റിൽ പിന്നെ എന്തുവായിരുന്നു? വിക്കറ്റ് കീപ്പറായിരുന്നു. വിക്കറ്റ് കീപ്പർ ബാറ്റ്സ്മാൻ ആയിരുന്നു. കാരണം എനിക്ക് ഔട്ട്ഫീൽഡിലൊന്നും ഫീൽഡ് ചെയ്യാൻ പറ്റില്ല. ത്രോ അത്ര ഭംഗിയല്ല. ബോളറല്ല ഞാൻ. ഇപ്പോഴും ഈ പ്രായത്തിലും എറിയുമ്പോൾ ഇത്തിരി ചക്കിങ് വരും. അതുകൊണ്ട് ഞാൻ വിക്കറ്റ് കീപ്പറായിരുന്നു. അന്നും ഇത് കളി തുടങ്ങി അവസാനിക്കുന്നവരെ വിക്കറ്റ് കീപ്പറായിരുന്നു. അപ്പോൾ ഇത് പറഞ്ഞാൽ, പക്ഷേ ഈ പറയുന്ന പോലെ നൊസ്റ്റാൾജിക് സംഗതി, എൻ്റെ ചെറുപ്പകാലത്തെ നൊസ്റ്റാൾജിക് സംഗതി ചോദിച്ചാൽ ഞാൻ സ്വാഭാവികമായും ജനിച്ചു വളർന്ന ആ ഒരു ജോഗ്രഫിക്കൽ പ്രത്യേകത, ഭൂമിശാസ്ത്രപരമായ പ്രത്യേകത കൊണ്ട് ഞാൻ പറയുക മീനും ചെമ്മീനും ഒക്കെയാണ് എൻ്റെ ചെറുപ്പകാലത്തെ സംഗതി നോക്കിയാൽ അതായത് എൻ്റെ ഏറ്റവും കൂടുതൽ ടേസ്റ്റ് ബഡ് കിടക്കുന്നതും, അല്ലെങ്കിൽ എനിക്കിപ്പോഴും ചെറുപ്പകാലത്ത് കഴിച്ച കുറേ സാധനങ്ങൾ എനിക്കിപ്പോഴും മിസ്സിങ്ങാണ്. ഈ ചെറിയ നങ്ക്,
ചെറിയ നങ്ക് ആ തൊലിയൊക്കെ അങ്ങ് പൊളിച്ച് വെള്ളത്തിലിട്ട് കഴുകി അത് വെളിച്ചെണ്ണയിൽ ഇങ്ങനെ വറുത്തെടുക്കുന്ന ചിപ്സ് മാതിരി അത് മിസ്സിംഗ് ആണ്. അത് വളരെ റയറായിട്ട് എനിക്കിപ്പോൾ കിട്ടുന്നുള്ളൂ. ഇനി നമുക്ക് വളരെ ഇപ്പം ശരിക്കും പറഞ്ഞാൽ ഈ തീരദേശം പ്രത്യേകിച്ച് ആലപ്പുഴ, എറണാകുളം, തൃശ്ശൂർ തീരദേശത്ത് ലഭ്യമായിരുന്നതും അതായത് ഈ അഴിമുഖത്തോട് അടുത്ത് കിടക്കുന്ന സ്ഥലങ്ങളിൽ വളരുന്ന മഡ് ഈ മഡ് ക്രാബിൻ്റെ ഉള്ളിൽ ഞങ്ങൾ പൊന്നെന്നാണ് വിളിക്കുക. കൊച്ചിക്കാരുടെ ഭാഷയിൽ പറഞ്ഞാൽ പൊന്ന്. അതിന് കൃത്യമായൊരു നിർവചനം ഉണ്ടാവും. ഒരു ഗോൾഡൻ കളറിലൊരു സാധനം ഉണ്ടാവും. ഇതങ്ങ് മാറ്റുക, റിമൂവ് ചെയ്തിട്ട് അതങ്ങ് ബോയിൽ ചെയ്തിട്ട് അവനെ ഒന്ന് വെളിച്ചെണ്ണയിൽ ഇങ്ങനെ ഒന്ന് മൂപ്പിച്ചെടുക്കും, ചെറിയ തേങ്ങാപ്പീരയൊക്കെ ഇട്ട്. അതിനെ പൊന്ന് വിളയിക്കുക എന്ന് ശരിക്കും പറയാം. ഞണ്ടിൻ്റെ പൊന്നെന്നാ പറയാം. അത് ചെറുപ്പത്തിൽ എപ്പോഴോ കഴിച്ചു. ആ സാധനം ജീവിതത്തിൽ പിന്നെ കഴിക്കാൻ പറ്റിയിട്ടില്ല. അങ്ങനെ പറയുകയാണെങ്കിൽ ഇങ്ങനത്തെ 1-2 സാധനങ്ങൾ എനിക്ക് മിസ്സിംഗ് ആണ്. നൊസ്റ്റാൾജിയ ചെറുപ്പത്തിൽ മാത്രമല്ല ചേട്ടാ, അന്നത്തെ കാലത്ത് ആഴ്ച ഒരിക്കലേ ഇറച്ചി വീട്ടിൽ വാങ്ങിക്കും. അതെ, നമ്മളെയൊക്കെ കാലഘട്ടമോ പറയാൻ. എങ്ങനെയായിരുന്നു താങ്കളുടെ ഫാമിലി ലൈഫ്, വീട്ടിലെ കാര്യങ്ങളൊക്കെ എങ്ങനെ? ആഴ്ചയിൽ ഒരിക്കലും നല്ല ഒക്കേഷൻസിന് മാത്രമേ ഉള്ളൂ. ഒക്കേഷൻസിന് മാത്രം. അതും മട്ടണാണ്. ബീഫ് കുറച്ച് നിഷിദ്ധമായ ഒരു ഫാമിലി സെറ്റപ്പിലാണ് ഞാനൊക്കെ വളർന്നു വന്നത്. ഇന്ന് കാര്യങ്ങളൊക്കെ മാറി. അന്ന് ബീഫ് വളരെ റെസ്ട്രിക്റ്റഡ് ആണ്. വലിയ എൻഗേജ്ഡ് മീറ്റ് അല്ല, മട്ടണാണ്. അതും വൺസ് ഇൻ എ വൈൽ എന്ന് വെച്ചാൽ ലൈക്ക് 3-ാം ഓണം, വിഷു, അങ്ങനെ എന്തെങ്കിലും ഒക്കേഷൻസ് ആണ്. അല്ലെങ്കിൽ ഫാമിലിയിൽ എന്തെങ്കിലും ചടങ്ങ് നടക്കണം. അല്ലെങ്കിൽ 2 പീസൊക്കെ അത് 2 പീസ് തീർച്ചയായിട്ടും അതിൻ്റെ അനുബന്ധ സാധനങ്ങൾക്കാണ്. അതിനേക്കാൾ നമ്മുടെ ജീവിതത്തിൽ അതുകൊണ്ട് ക്യാരറ്റ്, ഉരുളക്കിഴങ്ങ്, സവാള, ബീൻസ് തുടങ്ങിയ സാധനങ്ങളോട് എനിക്ക് വല്ലാത്ത സ്നേഹമാണ്. കാരണം അവരാണ് നമ്മളോട് കൂടുതൽ അടുത്ത് ഇടപഴകുന്നത്. ഈ മറ്റത് ഈ പറഞ്ഞാൽ 2 തപ്പിയെടുക്കണം. അതിലൊരു ഉരുളക്കിഴങ്ങിൽ കിട്ടിയാൽ അല്ല, അത് പക്ഷേ ഇപ്പോഴും അത് പറയുമ്പോഴും അതിന്റെ ആ രുചി എന്ന് പറയുന്ന സംഗതി അല്ലേ, അതിന്റെ ഒരു മൂല്യം. വായി വെള്ളം ഇറക്കി ആ വിസിലടിക്കുന്ന ആ 2 കഷ്ണത്തിന്റെ മൂല്യം എന്നാണ് പറഞ്ഞത്. എന്ത് കാര്യവും ജീവിതത്തിൽ സർപ്ലസ് ആവുന്നതോടെ മനുഷ്യന് സ്വാഭാവികമായ ഒരു താല്പര്യ നഷ്ടം സംഭവിക്കുന്നുണ്ട്. ബേസിക്കലി ഇപ്പം വിഷയം ഹെൽത്ത് തന്നെ അടിസ്ഥാനപരമായി ഞാൻ പലരോടും പറയാറുണ്ട്. സർപ്ലസ് ആവുമ്പോഴാണ് ഹെൽത്ത് പോലും, നമ്മളുടെ ഫിസിക്ക് പോലും ഈ പറഞ്ഞ ഡിസ്ഫങ്ഷണലോ ഇല്ലെങ്കിൽ ഡിസോർഗനൈസ്ഡ് രീതിയിൽ ഒരു ഗാർഡൻ പോലെ അല്ലാതെ ഒരു എന്തോ കാട് കയറിയ പോലെ നമുക്ക് ഫീൽ ചെയ്യുന്നത് സർപ്ലസ് ആകുമ്പോഴാണ്. ഇപ്പോൾ ഒരു ആഫ്രിക്കൻ കഷ്ടപ്പാടുകളുള്ള സ്ഥലത്തൂടെ പോയി കഴിഞ്ഞാൽ അവരെല്ലാം ഫിസിക്കലി ഫിറ്റ് പോലെ നമുക്ക് തോന്നും. മിക്കവരും മസിലുണ്ട്, കട്ടിങ്സ് ഉണ്ട്, കാരണം അവർക്ക് വർക്ക് ചെയ്ത്. അപ്പോൾ ഇവിടെ എന്താണോ നമ്മൾ കഴിക്കുന്നത് അത് ഡൈജഷനേക്കാൾ കൂടുതലാകുമ്പോൾ അത് വയറിലോട്ടും ബാക്കി ഭാഗങ്ങളിലോട്ടും കൊണ്ട് അവരങ്ങ് അക്കോമഡേറ്റ് ചെയ്യുന്നതാണ് ഈ ലുക്ക് മാറുന്നത്. അപ്പം ഈ സർപ്ലസ്നെസ് വന്നതോടുകൂടി ആ മൂല്യതയും പോയി. ഇപ്പം താങ്കൾ പറഞ്ഞ് ഞാനിപ്പോൾ ചിരിക്കാൻ കാരണം ആ ബീൻസ് ഇല്ലെങ്കിൽ ആ ക്യാരറ്റ്, പിന്നെ അതിനകത്ത് ഒരു ലിവർ ഉണ്ടെങ്കിൽ അതിനകത്ത് പിന്നെ ഒരു മീൻ വാങ്ങിയാൽ ഇപ്പം എൻ്റെ ഭാര്യ, ഞാൻ ഇപ്പോഴും എൻ്റെ ഭാര്യയോട് തല്ലുകൂടാറുണ്ട്. കാരണം ഞാൻ ജനിച്ച് വളർന്ന സാഹചര്യത്തിൽ നമ്മളൊരു അയല വാങ്ങുന്നു. ആ അയില ഏറ്റവും മിനിമം, ലീസ്റ്റ് മിനിമം 4 പീസാണ്. ഒന്ന് തല പോയി, തലയും ഉടലിന് ഇടക്ക് വേറൊരെണ്ണം, ഉടലും വാലും മുമ്പ് വേറൊരെണ്ണം, വാല് വേറൊരെണ്ണം, ലീസ്റ്റ് മിനിമം 4ആണ്. ആ 4ൽ എടുക്കുമ്പോൾ എനിക്ക് വാല് കിട്ടണേ. കാരണം ഇത് യുദ്ധം ചെയ്യാൻ പറ്റില്ലല്ലോ. കാരണം നമ്മൾ ജീവിക്കുന്നത് കൂട്ടുകുടുംബ സെറ്റപ്പിലാണ്. അപ്പൂപ്പൻ, അമ്മൂമ്മ, 2 അമ്മാവന്മാർ, അവരുടെ ഭാര്യമാർ, മക്കൾ, അങ്ങനെ ഒരു കൂട്ടുകുടുംബ സെറ്റപ്പില്ല. ഈശ്വരാ വാലടിക്കണേ, ലോട്ടറി അടിക്കണേ, മനസ്സിലായില്ലേ? കറങ്ങി തിരിഞ്ഞ് വീണ്ടും തലയെന്ന് പറഞ്ഞാൽ ഇതേ ഉള്ളൂ. പിന്നെ ഇത് കൊണ്ടുനോക്കിയാ പിന്നെ അതിനകത്ത് ഒരു 5-8 വലിയ മുള്ളും ഇങ്ങനെ അവന്റെ റിപ്സ് പോലെ ഒരു സാധനം. പിന്നെ അതൊന്ന് ചവയ്ക്കും, നമ്മൾ ചവയ്ക്കും, പിന്നെ ഞാൻ ചെയ്യുന്ന പറഞ്ഞാൽ അടുക്കള പോയി ഒന്ന് കുറുകും, എന്നിട്ട് സഹായങ്ങളൊക്കെ ചെയ്തു കൊടുക്കും. എന്നിട്ട് മെല്ലെ സഹായം. നമ്മൾ ഉദ്ദേശം ആ തിളച്ച് വരുമ്പോ ലിവറിഞ്ഞ് മാറ്റി അന്നത്തെ അല്ലേ ഒരു. അപ്പൊ ഞാൻ പറഞ്ഞു വന്നത്, ഇന്നത്തെ സാഹചര്യത്തിൽ ഇപ്പൊ എൻ്റെ ഭാര്യ വീട്ടിൽ പാചകം ചെയ്യും. അവർക്കൊരു ഫുൾ മീനാണ്. മീൻ ഫ്രൈ എന്ന് പറഞ്ഞാൽ വെദർ ഇറ്റ് ഈസ് മത്തി, വെദർ ഇറ്റ് ഈസ് അയില, ഫുൾ മീനാണ്. അപ്പം ഞാൻ പറയും, നിനക്കിതൊരു 3ആയിട്ട് കട്ട് ചെയ്തുകൂടെ? ഇത്രയും പോരെ മനുഷ്യന്? കാരണം നമ്മൾ ശീലിച്ച, ചെറുപ്പം തൊട്ടേ ശീലിച്ചൊരു സംഗതിയാണ് മീനിൻ്റെ ഒരു കഷണം, ഒരു വറുത്ത മീൻ കഷണം, അതാണല്ലോ ഒരു നമ്മുടെ ഒരു യൂസേജ്. നമ്മൾ മീൻ ഫുള്ള്, മീൻ ഫ്രൈ എന്ന് പറഞ്ഞ ഒരു ഫുൾ, അതിപ്പോൾ വറ്റയാണെങ്കിലും അയലയാണെങ്കിലും മത്തി എന്താണെങ്കിലും ഫുള്ള്. ഇത്
വറുത്ത് വരുന്ന കാണുമ്പോഴേ എനിക്ക് പേടിയോ. കാരണം അല്ല, ഒരു നെയ്മീൻ്റെ പീസ് പോലും ഇങ്ങനെ ഇരുന്ന 4 കട്ട് ചെയ്ത ഒരു പീസായിരുന്നു നമുക്ക് തന്നുകൊണ്ടിരുന്നത് അല്ലേ. ഷെഫെ, നിങ്ങൾ പറഞ്ഞാൽ വിശ്വസിക്കില്ല, നമ്മുടെ ഈ ഷോ നമ്മൾ റെക്കോർഡ് ചെയ്യണതിന് 2 ദിവസം മുന്നേ ഉച്ചയ്ക്ക് ഞാനും വൈഫേ ഉള്ളൂ ഇപ്പോൾ വീട്ടിൽ, 2 നെയ്മീൻ പീസ് എത്ര ഉണ്ടൊരെണ്ണം, നടു പീസ് റൗണ്ട് കട്ട് ചെയ്താ, അതിൻ്റെ ഒരു പകുതി ഞാനൊരു കണക്കിന് കഴിച്ച്. എന്നിട്ട് ഞാൻ പറയും, നീ ഇതെടുത്ത് ഫ്രിഡ്ജിൽ വെക്ക്, ഞാനൊരു 2 ദിവസം എടുത്തത് കഴിച്ച് തീർത്തോളാം സത്യമായിട്ടും. അപ്പോൾ അതാണ് കാലം മാറിപ്പോയി. ഇപ്പോൾ എല്ലാത്തിനും സൈസ് നിങ്ങൾ ഈ പറഞ്ഞതുപോലെ സർപ്ലസ് ആണ്. ആവശ്യം ഉണ്ടെങ്കിലും ഇല്ലെങ്കിലും ഇത്രയങ്ങ് കഴിക്കുക, വെറുതെ അങ്ങ് കഴിക്കണം. അപ്പോൾ നമ്മുടെ കാലഘട്ടത്തിൽ ആ ഒരു ചെറിയ പീസിലാണ് അതിൻ്റെ ടേസ്റ്റ് ഇരിക്കുന്നത്. അത് നമ്മളെ ഗ്രൂം ചെയ്യാൻ ഒരുപാട് ഹെൽപ്പ് ചെയ്തിരുന്നു എന്നുള്ളത്. തീർച്ചയായിട്ടും. ഇന്നിപ്പോൾ അതിന് ഇത്രയും വാല്യൂ. ഇപ്പോൾ എന്നെ സംബന്ധിച്ചിടത്തോളം ഞാൻ തിരിച്ചാണ്. കാരണം അന്ന് കിട്ടാതെ പോയതെല്ലാം ഞാൻ ഇരുന്നങ്ങ് തിന്നുന്ന രീതിയിലാണ്. എനിക്കിപ്പോൾ ചോറ് കുറച്ച് മതിയെങ്കിലും ഫിഷൊക്കെ നല്ല പാകത്തിന് കാണണം. കാരണം അന്ന് ഈ ഒരു ചെറിയ പീസ്, ഇപ്പം ഷൈജോടൻ പറയുകയാണെങ്കിൽ ചെറിയ പീസ് ഉണ്ടെങ്കിൽ ആലോചിക്കും. എന്നിട്ട് ഈ ഏറ്റവും വലിയ കോമഡി എന്ന് പറയുന്നത്, കൂടിരിക്കുന്ന ഏതെങ്കിലും ഒരുത്തനോ ഒരുത്തിയോ കാണും, അതിങ്ങനെ പതുക്കെ ലാസ്റ്റ് തിന്നാൻ വെച്ചിരിക്കും. നമ്മളിത് ആർത്തി മൂത്ത് തിന്നിട്ട് അവരിതെല്ലാം തിന്നിട്ട് ലാസ്റ്റ് തിന്നാൻ, ഇത് പതുക്കെ അടിച്ചു മാറ്റിക്കൊണ്ട് ഒറ്റ ഓട്ടോ അന്ന് വീട്ടിൽ അടിയുക. അല്ല, എൻ്റെ മൂത്ത മോൻ കഴിക്കുന്ന രീതി എങ്ങനെയാണെന്ന് വെച്ചാൽ, ഞങ്ങളിപ്പോൾ 4 പേരുമാണ് ഭക്ഷണം കഴിക്കാനുള്ളെങ്കിൽ നമ്മളിങ്ങനെ വെക്കുക. എനിക്കത് അതായത് ചാറൊഴിച്ച് ചോറിലൊന്നൊരു കുഴച്ച് ഈ ഉരുളയാക്കി ചോറ് കഴിക്കും. അത് പണ്ട് തൊട്ട് അങ്ങനെയാണ് നമ്മുടെ ശീലം. അതായത് ഈ മലയാളിയുടെ ഭക്ഷണശീലം നേരിടുന്ന ഏറ്റവും വലിയ പ്രതിസന്ധി, നമ്മളിപ്പോൾ എല്ലാവരും പറയാറുണ്ട്, നിങ്ങൾ കറികൾ കൂട്ടി ചോറ് കുറക്കുക. നമ്മൾ പണ്ടോട്ട് അങ്ങനെയല്ലല്ലോ, കറി കുറച്ചും ചോറും ചാറും കൂടുതൽ അതാണ്. അപ്പോൾ നമ്മളിങ്ങനെ സൈഡിൽ നമ്മൾ ആ കഴിച്ച ശീലമാണ്. കുറച്ചൊന്ന് ചെറുതായിട്ടൊന്ന് തോണ്ടി അപ്പോൾ ഇവനിതിങ്ങനെ നോക്കിയിരിക്കും. നോക്കിയിട്ട് ലാസ്റ്റ് ഒരു ചോദ്യമുണ്ട്, ഈ മീൻ വറുത്തത് കഴിക്കുമോ പാപ്പേ? മറുപടി ഉണ്ട് ഇല്ല എന്നൊന്നുമില്ല. അതിന് മുമ്പ് അവനത് കാണിച്ചുകൊണ്ട് പോയിട്ടുണ്ടാവും. അപ്പോൾ അവൻ തീരുമാനിച്ചു, ഇനി ഇത് പപ്പ കഴിക്കില്ല എൻ്റെ. അപ്പം ഇന്ന് പറയുന്ന പോലെ അതിനാ നേരത്തെ പറഞ്ഞില്ല. അതെ, അതൊരു ഭയങ്കര ഈ നൊസ്റ്റാൾജിക്കലി നമ്മളിപ്പോൾ ട്രാവൽ ചെയ്യുന്ന സമയത്ത്, ഇപ്പം ഈ മാഷന്മാരുടെ അടുത്തൂടെ പോയി താങ്കൾ സ്റ്റേജിൽ ഫസ്റ്റ് ടൈം കയറിയ സമയത്ത് നമുക്കൊരു മുട്ടിടി ഉണ്ടാവും, ഒരു വിറയിലൊക്കെ ഉണ്ട്. എനിക്ക് ഉണ്ടായ സംഭവങ്ങളാണ് ഞാൻ ഇന്നും ഓർക്കുന്നുണ്ട്. സ്റ്റേജിൽ ആദ്യമായിട്ട് അച്ഛൻ കയറ്റി നിർത്തിയപ്പോൾ എനിക്കിങ്ങനെ വിറയ്ക്കുകയാണ്. പിന്നെ അവിടെ നിന്നാണ് ഈ ജേർണി സ്റ്റാർട്ട് ചെയ്യുന്നതെല്ലാം. അങ്ങനെ ഫസ്റ്റ് സ്റ്റേജ് എന്തായിരുന്നു? ഫസ്റ്റ് സ്റ്റേജ് ഓർക്കാൻ പറ്റുന്നുണ്ട്? ഞാൻ കൃത്യമായിട്ട് പറഞ്ഞല്ലോ, അതായത് ഞാൻ 4ാം ക്ലാസ്സിൽ പഠിക്കും. അതല്ല, സ്റ്റേജിൽ അബ്സല്യൂട്ട്ലി അത് തന്നെ. കംപ്ലീറ്റ് ചെയ്തോ? സ്പീച്ച് കംപ്ലീറ്റ് ചെയ്തു. കാരണം അന്നും ഈ പറയുന്ന പോലെ ഞാൻ നേരത്തെ പറഞ്ഞില്ലേ, അമ്മാവൻ്റെ ട്രെയിനിങ് എന്ന് പറഞ്ഞാൽ പട്ടാള ചിട്ടയാണ്. കാരണം ഇത് കാണാതെ ഞാൻ അവിടെ സ്റ്റേജിൽ മരിച്ചു വീണാൽ പോലും മരിച്ചു വീണ ഞാൻ ആ പ്രസംഗം മുഴുവനായിട്ട് പറയും. കാരണം അങ്ങനെയാണ് പുള്ളി ട്രെയിൻ ചെയ്യുന്നത്. പിന്നെ ഒരു വാക്ക് പോലും അല്ല, പുള്ളി ബൈ പ്രൊഫഷൻ എഞ്ചിനീയർ. പുള്ളിക്ക് പിന്നെ എങ്ങനെ തോന്നി ഷൈജേട്ടനെ ഇങ്ങനെ? ഞാൻ പറഞ്ഞില്ലേ, അനിയന്റെ പേര് ബൈജുവിനെ ട്രെയിൻ അതാ ഞാൻ പറഞ്ഞത്, പ്രൊഫഷൻ ബൈ എഞ്ചിനീയർ. അപ്പം അദ്ദേഹത്തിൻ്റെ ഒരു പെങ്ങളുടെ മകൻ ഞാൻ, എന്നെ ഇങ്ങനെ ആക്കി, മാരീഡാണ് പിന്നെ പുള്ളി മാരീഡ് ആയിരുന്നു. അപ്പോൾ എന്നെ ഇങ്ങനെ ആക്കി, എന്നെ ഇങ്ങനെ എന്താ പറയുക, എന്നെ ഇങ്ങനെ പ്രസംഗിപ്പിക്കുക, മൈക്കിൻ്റെ മുമ്പിൽ നിർത്തുക എന്ന് അന്ന് 80s തുടക്കത്തിൽ പുള്ളി കണ്ടറിഞ്ഞു. അവിടെയല്ല കേട്ടോ, ഇതേ പുള്ളി തന്നെയാണ് എന്നെ ആദ്യമായിട്ട് സ്റ്റേഡിയത്തിലും കൊണ്ടുപോകുന്നത് കളി കാണാൻ. അത് പിന്നെ ഈ വിറയൽ എന്ന് പറയുന്നത് ഷെഫ് ചോദിച്ചപ്പോൾ എനിക്ക് ഷെഫിനോട് പറയാനുള്ള മറുപടി, ആ വിറയൽ എനിക്കിപ്പോഴും ഉണ്ടെന്നേ. ഈ നിങ്ങളുടെ ഷോയിൽ പങ്കെടുക്കാനായി ഇപ്പോൾ ഞാൻ ഇങ്ങോട്ട് വരുന്ന സമയത്ത് എൻ്റെ മനസ്സിൽ മുഴുവൻ നിങ്ങൾ എന്തൊക്കെയായിരിക്കും എന്നോട് ചോദിക്കാൻ പോകും, എനിക്ക് ഉത്തരം പറയാൻ പറ്റാത്ത എന്തെങ്കിലും എന്നെ ചോദിച്ച് കുഴപ്പത്തിലാക്കുമോ ഈശ്വര. ഈ ഒരു വിജിലൻ്റ് മൈൻഡ് സെറ്റ്, അല്ലെങ്കിൽ എനിക്ക് പറ്റാത്ത എന്തെങ്കിലും ചോദിച്ചു കുഴപ്പം. അല്ലാണ്ട് ഒരിക്കൽ പോലും ഇന്നും ഒരു ഷോയ്ക്ക് പോകുമ്പോഴും ഞാൻ എൻ്റെ ഓരോ കമൻട്രിക്ക് പോകുമ്പോഴും വിത്തൗട്ട് പ്രിപ്പറേഷൻ ഞാൻ പോകാറില്ല. അതുമാത്രമല്ല, ഓരോ തവണയും ഈശ്വര ഭംഗിയായിട്ട് ചെയ്യാൻ പറ്റണേ, അല്ലെങ്കിൽ എനിക്ക് ചെയ്യാൻ പറ്റാത്ത എന്തെങ്കിലും കുരിശൊക്കെ വഴിയിൽ വന്ന് വീഴുമോ എന്നുള്ള പേടിയോട് കൂടി തന്നെയാണ് ഓരോ കാര്യങ്ങളും. നിങ്ങൾ ഈ പറയണ കുറച്ചുകൂടി സിംപ്ലിഫൈ ചെയ്ത് പറഞ്ഞാൽ, മുട്ടിടിക്കാതെ ഇന്നും ഒരു ദിവസം പോലും ഞാൻ മൈക്കിൻ്റെ മുമ്പിൽ നിൽക്കാറില്ല. ആ മുട്ടിടി എനിക്ക് ഇപ്പോഴും ഉണ്ട്. ആ മുട്ടിടി എൻ്റെ പെർഫോമൻസിനെ എൻഹാൻസ് ചെയ്യിക്കുന്ന മുട്ടിടിയാണെന്ന് ഞാൻ അന്നും വിശ്വസിക്കുന്നു, ഇന്നും വിശ്വസിക്കുന്നു. അപ്പോൾ ഇതിനകത്തൊരു കമൻട്രി എന്ന് പറയുമ്പോൾ, ആർട്ട് ഓഫ് കമൻട്രി എന്ന് പറഞ്ഞാൽ ബേസിക്കലി എല്ലാവരുടെയും വിചാരം വളരെ സ്പീഡിൽ സംസാരിക്കുക. ഈ ആർട്ട് ഓഫ് കമൻട്രിയെ പറ്റി എന്താണ് ഷൈജേട്ടൻ്റെ ഒരു കാഴ്ചപ്പാട്? എങ്ങനെയാണ് സ്പീഡിൽ സംസാരിക്കുന്ന അല്ല കമൻട്രി, മലയാള ഭാഷയിലെ എല്ലാ പദങ്ങളും എടുത്ത് ഉപയോഗിക്കുന്നതും അല്ല കമൻട്രി. ഇത് രണ്ടും അല്ല കമൻട്രി. കമൻട്രി എന്ന് പറയുന്നത് നിങ്ങൾ ഒരു മൂന്നാമൻ കണ്ടുകൊണ്ടിരിക്കുന്ന ഒരു ദൃശ്യം, പോയട്രി. ആ ദൃശ്യത്തെ ആ മൂന്നാമന് വളരെ മനോഹരമായി, ദൃശ്യം അവരുടെ മുന്നിലുണ്ട്,
ആ ദൃശ്യത്തെ നിങ്ങൾ ഈ പറയുന്ന പോലെ ഭംഗിയായി ഒരു നിങ്ങളിപ്പോൾ പറഞ്ഞു അത് കാവ്യവൽക്കരിക്കാന്ന് പോലും പറയണ്ട. ഒരു ഗ്രേറ്റ് കമന്ററി, നമുക്കൊരു ഒരു കവിത പോലാണ് നമ്മൾ ഇങ്ങനെ കേട്ടോ. അതാണ്, നിങ്ങൾക്കത് കവിതയാണ്, വേറൊരാൾക്ക് അത് ഗദ്യമായിരിക്കാം, അല്ലെങ്കിൽ ഒരു കഥ പോലെ ആയിരിക്കാം. ഒരാൾക്ക് കഥയാണെങ്കിൽ വേറൊരാൾക്ക് കവിത. അപ്പോൾ വാട്ട് എവർ ഇറ്റ് മേ ബി, നിങ്ങൾ കാണുന്ന ദൃശ്യത്തെ മനോഹരമായി മനസ്സിലാക്കാൻ കഴിയുന്ന വിധം പറഞ്ഞു കൊടുക്കാൻ കഴിയുന്നതാണ് കമൻട്രി. നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നു, അല്ലെങ്കിൽ നിങ്ങൾ ഇപ്പോൾ കണ്ടത് ഇതായിരുന്നു, അതിനെ റോ ആയിട്ട് പറയുന്നതിന് പകരം ആ ദൃശ്യം ഇതായിരുന്നു എന്ന് അയാളോട് നമ്മൾ പറയുമ്പോൾ ആ പറച്ചിൽ കുറച്ചും കൂടി ഒരു പൊടിപ്പും തൊങ്ങലും ചേർത്ത് അതിന് വേണമെങ്കിൽ നിങ്ങൾക്ക് ചരിത്രത്തിൻ്റെ കൂട്ടുപിടിക്കാം, സയൻസിൻ്റെ കൂട്ടുപിടിക്കാം, കവിതയുടെയോ കഥയുടെയോ കൂട്ടുപിടിക്കാം, എന്തിൻ്റെ കൂട്ടുപിടിക്കാം. അത് ചേർത്ത് നമ്മൾ പറയില്ലേ, നിങ്ങളിപ്പോൾ ഞാൻ ഒരു മിടുക്കനായ ഷെഫിൻ്റെ മുമ്പിലിരുന്നാണ് ഞാനിപ്പോൾ സംസാരിക്കുന്നത്. നിങ്ങളും പായസം വെക്കും, ഞാനും പായസം വെക്കും, നമ്മുടെ ഈ ക്രൂ എല്ലാവരും പായസം വെക്കും. പക്ഷേ എല്ലാ പായസങ്ങളും ഡിഫറെൻ്റ് ആയിരിക്കും. നിങ്ങളുടെ പായസത്തെ വ്യത്യാസമാക്കുന്ന ആ ഒരു ഇൻഗ്രീഡിയൻറ്റ് അത് നിങ്ങൾക്ക് മാത്രം സ്വന്തമാണ് എന്ന് പറയുന്ന പോലെയാണ്. നിങ്ങൾക്കും കമൻട്രി പറയാം, എനിക്കും കമൻട്രി പറയാം, ആർക്ക് വേണമെങ്കിലും പറയാം, സംസാരിക്കാൻ കഴിയുന്ന എല്ലാവർക്കും പറയാം. പക്ഷേ നിങ്ങൾ എങ്ങനെ പറയുന്നു എന്നുള്ളതാണ് അതിനെ വ്യത്യസ്തമാക്കുന്നത്. ഇതിനൊരു പ്രിപ്പറേഷൻ പ്ലാൻ ഉണ്ടോ? തീർച്ചയായിട്ടും. എന്തൊക്കെയാണ് വേണ്ടത്? 2 ടീമുകൾ കളിക്കും, ഇവിടെയാണ് കളി, ഗ്രൗണ്ട് ഇതാണ്, ഗ്രൗണ്ടിൻ്റെ പ്രത്യേകത, കാണികളുടെ പ്രത്യേകത, ആ അറ്റ്മോസ്ഫിയറിൻ്റെ പ്രത്യേകത, അവിടുത്തെ ചരിത്രം എന്താണ്, വർത്തമാനം എന്താണ്, എന്താണ് ഈ കളിയുടെ പ്രത്യേകത, ഈ അറ്റ്മോസ്ഫിയർ എന്താണ് ആവശ്യപ്പെടുന്നത്, എന്താണ് ഇതിൻ്റെ അറ്റ്മോസ്ഫിയർ. 2 ടീമുകൾ കളിക്കുന്നു, ക്രൂഷ്യൽ മാച്ചാണ്, ജയിച്ചവൻ ഫൈനലിലേക്ക് പോകുന്നു, അതാണല്ലോ അതിൻ്റെ ആ പ്രസക്തി കൃത്യമായിട്ട് മനസ്സിലാക്കുക. ആരൊക്കെയാണ് കളിക്കുന്നത്, കളിക്കുന്നവരിൽ താരങ്ങൾ ആരൊക്കെ, ഇനി താരങ്ങളല്ലാത്ത ഇനി നമുക്ക് പ്രത്യേകം പരിചയപ്പെടുത്തേണ്ടതുണ്ടോ? നമുക്കൊരു കാര്യം ചെയ്യാം. ആ ബോബൻ എന്ന് പറയുന്നൊരു കളിക്കാരൻ ആരും അറിയില്ല, എന്നാൽ ബോബനെ കുറിച്ചായിരിക്കുന്ന ആളെ ഞാൻ, ബോബൻ നാളെ ഒരു ഗോൾ അടിക്കും എങ്കിൽ പിന്നെ ബോബനെ കുറിച്ചാണ് എൻ്റെ അപ്പം ജനം അറിയണു, ആരാണ് ഈ ബോബൻ, മനസ്സിലായില്ലേ? ഇങ്ങനെ ചില ബിൽഡപ്പ് ഇതിനു വേണ്ടി വേർഡ്സ് എഴുതി ഉറപ്പായിട്ടും എഴുതി പഠിക്കാറുണ്ട്. കാരണം വിത്തൗട്ട് പ്രിപ്പറേഷൻ എനിക്കും നിങ്ങൾക്കും പെർഫോം ചെയ്യാൻ പറ്റില്ല. പ്രിപ്പറേഷൻ പലതരത്തിലാണ്. ഇപ്പം എൻ്റെ രീതി എന്ന് വെച്ചാൽ എനിക്ക് എന്തും എഴുതണം, എനിക്ക് എഴുതി പഠിക്കണം, അതാണ് എൻ്റെ രീതി. ഒരു സംഗതി ഫോർ എക്സാമ്പിൾ എനിക്കൊരു സാധനം കിട്ടി, അമ്പടി ജിഞ്ചിന്നാക്കടി, ഉടനെ ഞാൻ അമ്പടി ജിഞ്ചിന്നാക്കടി എന്നൊരു 2-3 തവണയെങ്കിലും എഴുതും. കാരണം അത് എഴുതുന്നതിലൂടെ ഈ അമ്പടി ജിഞ്ചിന്നാക്കടി എൻ്റെ ഇവിടെ എത്തിക്കഴിഞ്ഞു. അതർവൈസ് ചുമ്മാ നിങ്ങൾ എന്നോടൊരു കാര്യം പറയുന്നു, ഷെഫ് നേരത്തെ ഒരു കാര്യം പറഞ്ഞല്ലോ, അതിങ്ങനെ ഓർക്കാൻ ശ്രമിക്കുന്നു, അതിനേക്കാൾ എനിക്ക് എൻ്റെ രീതി എന്ത് ഞാൻ എഴുതും, എൻ്റെ രീതി അതെ ഒരു 4-5 തവണ എഴുതുമ്പോൾ എനിക്ക് അതോടെ ഇരിക്കും. അതല്ലെങ്കിൽ ഉസാർക്ക നാരങ്ങ, കുസാർക്ക മുന്തിരിങ്ങ എന്നിങ്ങനെ എഴുതും, മനസ്സിലായില്ലേ? ഇതിങ്ങനെ എഴുതുന്നതോടി ഇത് ഇവിടെ സ്റ്റക്കായി. ഇത് സ്റ്റക്കായി കഴിഞ്ഞ് ഇത് എപ്പോഴെങ്കിലൊക്കെ വരും. അവിടെ നിങ്ങൾ നേരത്തെ പറഞ്ഞ സാധനം വരും. ചില കാര്യങ്ങൾ അറിയാതെയും സംഭവിക്കുന്നുണ്ട്. അത് ചില കാര്യങ്ങൾ ഇങ്ങനെ വരും. നമ്മൾ ഇവിടെ പറയാൻ ഉദ്ദേശിച്ചായിരിക്കില്ല അവിടെ പറയുന്നത്, അവിടെ പറയുന്നതായിരിക്കില്ല ഇവിടെ പറയുന്നത്. ഇത് എല്ലാം കൂടി എടുത്തിട്ടുള്ളൊരു നമ്മൾ പറയില്ല ഒരു പൂരം ഒരു അടിയാണ്. പിന്നെ ആ സമയത്ത് പിന്നെ ഇത് നോക്കലൊന്നുമില്ല. എവിടേക്കോ എന്തൊക്കെയോ നമ്മൾ പ്രിപ്പയർ ചെയ്തിട്ടുണ്ട്. പക്ഷേ അതിനെ ഇതിൻ്റെ കമൻട്രിയുടെ ഭംഗി എന്ന് പറയുന്നത് ടൈംലി ഡെലിവറിയാണ്. നിങ്ങളൊരു വിഷ്വൽ കണ്ടുകൊണ്ടിരിക്കുമ്പോൾ ആ വിഷ്വലിന് ഏറ്റവും ഉചിതമായ ഒരു സംഗതി തന്നെയാണ് ബാക്ക്ഗ്രൗണ്ടിൽ പറഞ്ഞു പോകേണ്ടത്. അവിടെ നിങ്ങൾ വെറുതെ ഒച്ചപ്പാടുണ്ടാക്കിയിട്ടും കാര്യമില്ല, വളരെ സ്യൂട്ടബിളായ ഒരു സാധനമാണ് പോകേണ്ടത്. എന്ന് പറഞ്ഞാൽ കേരള ബ്ലാസ്റ്റേഴ്സ് പുതിയ കോച്ച് വന്നിട്ട് കൽക്കത്തയിൽ പോയി ഒരു കളി ജയിച്ച് വരുന്ന സമയത്ത്, അല്ലെങ്കിൽ ജയിച്ചു നിൽക്കുന്ന സമയത്ത്, അല്ലെങ്കിൽ തോറ്റു നിൽക്കുന്ന സമയത്ത് ആ കോച്ചിൻ്റെ ഒരു വിഷ്വൽ പൊടുന്നനെ മനോഹരമായൊരു വിഷ്വൽ ഒന്നുകിൽ കോച്ച് ചിന്തിക്കുന്നു, അല്ലെങ്കിൽ കോച്ചിൻ്റെ സന്തോഷമുള്ള സാധനം വരുമ്പോൾ ഒന്നുകിൽ ആശാൻ്റെ നെഞ്ചത്ത് അല്ലെങ്കിൽ കളരിക്ക് പുറത്ത് എന്ന് പറയാൻ നിങ്ങൾക്ക് പറ്റണം ആ സമയത്ത്. കാരണം നിങ്ങളുടെ കയ്യിൽ 2-3 സെക്കൻഡ് കിട്ടും. ആ 3 സെക്കൻഡിനുള്ളിൽ ഒരു തോട്ട് പ്രോസസ്സ് സംഭവിക്കുകയും അത് നിങ്ങൾ നേരത്തെ പഠിച്ചതായിരിക്കാം, നേരത്തെ എഴുതി പഠിച്ചതായിരിക്കാം. അതാ ഞാൻ പറഞ്ഞത്, ഒരു 200 പേജിൽ എഴുതി വെച്ച് പറയുന്നതല്ല കമൻട്രി. നേരത്തെ പറഞ്ഞതുപോലെ ഒരുപാട് സാധനങ്ങൾ നിങ്ങൾ പ്രിപ്പയർ ചെയ്ത്, ഒരുപാട് സമുദ്രം പോലെ കുറേ സാധനങ്ങൾ നിങ്ങളുടെ കയ്യിലുണ്ട്, മനസ്സിലായില്ലേ? ഇത് ഈ ഒരാളുടെ കളി കണ്ടു കഴിയുമ്പോൾ ഇവൻ്റെ കളി കണ്ടാൽ ഇത് ഇളങ്ക മുടിയ കവിത, അതായത് നമുക്ക് അൺഎക്സ്പ്ലെയിനബിൾ പോയട്രി, അതിൻ്റെ കളി നിർവചിക്കും, ഇതിൻ്റെ ഭംഗി നമുക്ക് എക്സ്പ്ലെയിൻ ചെയ്യാൻ പറ്റില്ല. ഇതൊക്കെ ഇങ്ങനത്തെ കുറേ സാധനങ്ങളൊക്കെ എപ്പോഴെങ്കിലും നമ്മുടെ ഉള്ളിൽ ഉണ്ടാകും. ആ സമയത്ത് അതെങ്ങനെ വന്ന് സംഭവിക്കുകയാണ്. അതുകൊണ്ടാണ് ഞാൻ പറയുന്നത്, മെസ്സി ഗോളടിക്കുന്ന സമയത്ത് അടയാളപ്പെടുത്തുക കാലമേ, ഇത് ഘടികാരങ്ങൾ നിലക്കുന്ന സമയം എന്ന് എൻ്റെ മനസ്സിലേക്ക് ഓടി വരുന്നത് ഞാനത് എഴുതിയൊന്നും വെച്ചാൽ, പക്ഷെ ആ സാധനം എനിക്കറിയാം. ഘടികാരങ്ങൾ നിലക്കുന്ന സമയം എന്ന് പറയുന്നൊരു സംഗതിയുണ്ട്. അതിൻ്റെ കൂടെ കാലത്തെ കൊണ്ട് ഇത് അടയാളപ്പെടുത്തുകയാണ്. കാലം അടയാളപ്പെടുത്തുന്നു
ഇത് അതാ പ്രോപ്പറായിട്ട് ചേർന്ന് വരികയാണ്. ജനം മുഴുവൻ ഇത് കാരണം ജനത്തിന് മെസ്സിയെ പോലെ അവർ ഏറ്റവും ഇഷ്ടപ്പെടുന്ന ഒരു കളിക്കാരൻ ഗോളടിച്ച് അവർ ആനന്ദിക്കുമ്പോൾ അവരറിയാതെ BGM പോലെ അവരുടെ കാതുകളിൽ വന്ന് വീഴുന്നൊരു സാധനം. ഇത് അതെ സമയത്തെ നിലപ്പിക്കുന്ന, അതായത് സമയത്തെ പോലും പിടിച്ചു നിർത്തുന്ന ഒരു മൊമെന്റാണ് നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. അപ്പം അതാ പറഞ്ഞത്, നിങ്ങൾ എന്ത് പറയുന്നു എന്നുള്ളതിനൊരു സംഗതി. ഇതിനകത്ത് ഈ കമന്ററി പറഞ്ഞുകൊണ്ട് പോകുന്നതിനകത്ത് ഈ സൈലൻസിനൊരു പ്രാധാന്യമുണ്ടോ? 110%. അപ്പം നമ്മൾ മെസ്സിയെക്കുറിച്ച് പറഞ്ഞു. മെസ്സിയെക്കുറിച്ച് പറയുന്ന പോലെയാണ് ഏറ്റവും കൂടുതൽ ആരാധകർ ഇഷ്ടപ്പെടുന്ന മറ്റൊരു വൺ ഓഫ് ദ ബെസ്റ്റ് എന്ന് വെച്ചാൽ ഓൾ ടൈം എന്ന് വേണമെങ്കിൽ പറയാം. അത് ആ വേൾഡ് കപ്പിലെ റൊണാൾഡോയുടെ ഫ്രീ കിക്കാണ്. ക്രിസ്ത്യാനോ റൊണാൾഡോ ഫ്രീ കിക്ക് എന്ന് പറഞ്ഞാൽ എൻ്റെ സൗണ്ട് കൊണ്ട് മാത്രമാണ്. അതായത് മെസ്സിയുടെ സംഗതിയിൽ അതാണ്. മെസ്സിയുടെ കമൻട്രിയിൽ നമ്മൾ ഉപയോഗിച്ച സാഹിത്യത്തിനും ഡയലോഗിനും ഒരു പ്രസക്തിയുണ്ട്. അടയാളപ്പെടുത്തുക കാലമേ, ഇത് ഘടികാരങ്ങൾ നിലയ്ക്കുന്ന സമയം, സിംഹരാജാവ് എഴുന്നള്ളുന്നു എന്നൊക്കെ പറയുമ്പോൾ അതിലെ വേർഡിങ്സിന് ഭയങ്കര പവറുണ്ട്. മറിച്ച് റൊണാൾഡോൻ്റെ കമൻട്രി എന്ന് വെച്ചാൽ എൻ്റെ വോയിസിൻ്റെ പവർ മാത്രമാണ്. റൊണാൾഡോ എന്ന് പറഞ്ഞിങ്ങനെ പോവാണ്, റൊണാൾഡോ. അതാ ഇപ്പോഴും ആൾക്കാരിങ്ങനെ, ഇപ്പോഴും എനിക്കത് പറയുമ്പോൾ എനിക്ക് ചിരി വരും, എനിക്ക് നാണം വരും ആൾക്കാർ പറയുമ്പോൾ റൊണാൾഡോ എന്നൊക്കെ പറയുന്നത്. അപ്പോൾ അത് പവറാണ്. പക്ഷേ നിങ്ങൾ ആ കമൻട്രി വീണ്ടും വീണ്ടും റിവൈൻഡ് ചെയ്യുക. ഇപ്പം ചോദ്യത്തിൻ്റെ കൃത്യമായ ഉത്തരമാണ്. ആ റൊണാൾഡോയുടെ ഗോള് വരുന്നതിന് മുൻപ്, ഗോള് സംഭവിക്കുന്ന അതേ നിമിഷം, ആ കമൻട്രി പുറപ്പെടും മുമ്പ് ഒരു 4 സെക്കൻഡ് സൈലൻസ് ഉണ്ട്. ആ ഗോളിനെയും ആ കമൻട്രിയെയും ഏറ്റവും മനോഹരമാക്കുന്നത് ആ സൈലൻസാണ്. അതുകൊണ്ടാണ് പറഞ്ഞത്, ജീവിതത്തിലും കമൻട്രിയിൽ മാത്രമല്ല, ഒരു പ്രഭാഷണത്തിൽ രണ്ടുപേര് തമ്മിൽ സംസാരിക്കുമ്പോൾ ഒരു കമൻട്രി പറയുമ്പോൾ സൈലൻസിന് അതിൻ്റെതായ പവറും അതിൻ്റെതായ ഇമ്പോർട്ടൻസും. കാരണം നിങ്ങൾക്കിപ്പോഴും കാണാം, അതിങ്ങനെ പറയുന്നുണ്ട്, ഫ്രീ കിക്ക് ഫോർ പോർച്ചുഗൽ, ക്രിസ്ത്യാനോ റൊണാൾഡോ വരുന്നു ആ ഫ്രീ കിക്ക് എടുക്കാൻ, റൊണാൾഡോ. ഈ 3 സാധനമാണ് ഈ കമൻട്രി. ആ പൊട്ടിത്തെറിക്ക് മുമ്പ് കേൾക്കുന്നത് ഈ 3 ഡയലോഗാണ്. അത് കഴിഞ്ഞിട്ട് ഫുൾ സ്റ്റോപ്പാണ്. അത് കഴിഞ്ഞ് സ്റ്റേഡിയത്തിൻ്റെ ആരവം മാത്രമേ ഉള്ളൂ, വേറെ ഒന്നും കേൾക്കുന്നില്ല. അതൊരു ആ സ്റ്റേഡിയത്തിനാണ്. പിന്നെ റെഫറിയുടെ വിസിലാണ് കേൾക്കുന്നത്. ആ റെഫറിയുടെ വിസിലിന് പോലാണ് പിന്നെ സൈലൻ്റാണ്, പിന്നെ ഒന്നുമില്ല. സ്റ്റേഡിയത്തിൻ്റെ ആരവം, കംപ്ലീറ്റ് സൈലൻസ്, റെഫറിയുടെ വിസിൽ. ആ വിസിൽ വരുന്നതും ഒരു സെക്കൻഡിന് പുറകെയാണ് ആ ബോൾ പോകുന്നത്. ആ ബോൾ പോകുന്ന അവിടെ ചെന്ന് പിന്നെയാണ് ആ പൊട്ടിത്തെറി. അതാ പറയുന്നത്, ഒരു പൊട്ടിത്തെറിക്ക് മുമ്പ് ഒരു 3 സെക്കൻഡ് ഒന്നും പറയാതെ നിൽക്കുന്നൊരു സംഗതിയുണ്ട്. ആ 3 സെക്കൻഡാണ് വാസ്തവത്തിൽ ആ പിന്നീട് കേട്ടതിനെയൊക്കെ മനോഹരമാക്കിയത്. ആ പവർഫുൾ ആ ഔട്ട്ഫ്ലോ എന്ന സാധനം ഉണ്ടല്ലോ, ആ ഔട്ട്ഫ്ലോനെ സുന്ദരമാക്കുന്നത് നിങ്ങൾ അതിനു മുമ്പ് അനുഭവിച്ച 3 സെക്കൻഡ് സൈലൻസ്. പക്ഷേ ഇതിനകത്ത് ഷൈജു ദാമോദരൻ എന്നൊരു ആരാധകനും കൂടെ ഒളിഞ്ഞിരുന്നോണ്ടല്ലേ തീർച്ചയായിട്ടും അതൊരു ആവേശത്തിൽ തീർച്ചയായിട്ടും നമ്മൾ ഒരു കാര്യം ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ നമ്മളിപ്പോൾ കളിക്കുന്ന പോലെ തന്നെയാണ്. ഒരു ചാൻസ് കിട്ടിയാലല്ലേ ഒരു ഗോൾ അടിക്കാൻ പറ്റൂ. ചാൻസ് വരട്ടെ എന്ന് പറയുന്ന പോലെ ഒരു ഗോള് നമ്മൾ ആരാധിക്കുന്ന ആളുകൾ, നമ്മൾ ഇഷ്ടപ്പെടുന്ന ആളുകൾ, ജനങ്ങൾ, ആയിരക്കണക്കായ ലക്ഷക്കണക്കായ ജനങ്ങൾ ഇഷ്ടപ്പെടുന്ന ആളുകൾ, ഇവരൊരു ഗോൾ അടിക്കണേ, എന്നാലേ നമുക്ക് സെലിബ്രേറ്റ് ചെയ്യാൻ പറ്റൂ. മനസ്സിലായില്ലേ? അവിടെയാണ് ആരാധകൻ. ഇന്ന ആളൊരു ഗോൾ അടിക്കട്ടെ, അല്ലെങ്കിൽ ഇന്ന പ്ലെയർ ഒരു ഗോൾ അടിക്കും, അപ്പോഴല്ലേ നമുക്ക് സെലിബ്രേറ്റ് ചെയ്യാൻ പറ്റൂ. എല്ലാവരുടെ ഒപ്പം നമ്മുടെ സെലിബ്രേഷനാണ് വാസ്തവത്തിൽ നമ്മുടെ കമന്ററി. കറക്റ്റാ, നമ്മുടെ ഉള്ളിലെ ആരാധകൻ സെലിബ്രേറ്റ് ചെയ്യാം. അതാ ഞാൻ ചോദിക്കും, കാരണം ഈ റൊണാൾഡോ എന്നുള്ള വിളി അടുത്ത ദിവസം ശബ്ദം കാണുമെന്ന് സംശയം. 100%. അന്ന് ഇവിടുന്ന് പൊട്ടിച്ച് വരാമെന്ന് പറഞ്ഞു. ആൾക്കാർക്ക് അറിയുമല്ലേ, 2018 വേൾഡ് കപ്പിന്റെ ഇടയ്ക്ക് ഒച്ചെടുത്ത് അവസാനം ഇവിടെ ഇഞ്ചേർഡ് ആയിട്ട് ഇവിടുന്ന് ചോര ഒടിഞ്ഞിട്ടുണ്ട്. അവസാനം അവിടെ നിന്ന് ആശുപത്രി പോയി ചികിത്സിച്ച് വീണ്ടും കമന്ററിയാണ്. മനസ്സിലായില്ല? അപ്പം അതൊക്കെ വല്ലാത്തൊരു അനുഭവമാണ്. അപ്പോൾ അത് നമ്മുടെ ഉള്ളിലെ ആരാധകനാണ്, നമ്മുടെ ഉള്ളിലെ കമൻറ്റേറ്റർ അല്ല. എന്താ പറയുക, നമ്മൾ ആ ഒച്ചത്തിൽ സംസാരിക്കുന്നതും ആ സെലിബ്രേറ്റ് ചെയ്യുന്നതും അത്രയും ആർപ്പ് വിളിക്കുന്നതും വാസ്തവത്തിൽ നമ്മുടെ ഉള്ളിലെ ഫാനാണ്. ഭയങ്കര ഒരു മൊമെൻ്റ് ആണ്. എനിക്ക് ചോദിക്കാനുള്ളൊരു കാര്യമാണ്, സിഗ്നേച്ചർ മൊമെൻ്റ് ആണ്. അപ്പോൾ എനിക്കൊരു ഐ ഗിവ് യു എ മൊമെൻറ്റ് ആൻഡ് യു ഗിവ് അസ് ദ വോയിസ്. അതാണ് അതിൻ്റെ ഒരു പ്രത്യേകം. അതിനകത്ത് ഏത് വേണമെങ്കിലും ചൂസ് ചെയ്യാം. ലാസ്റ്റ് ഓവർ ഫിനിഷ്ഡ്, ലാസ്റ്റ് ഓവർ ഫിനിഷ് ചെയ്യാൻ പോവാണ്. ലാസ്റ്റ് ഓവർ ഫിനിഷ്, എ ലെജൻഡറി ഗോൾ ഓർ എ ഹാർട്ട് ബ്രേക്കിംഗ് ലോസ്. മൂന്ന് ഫ്ലേവറാണ്. ഇതിലേതായിരിക്കും ചൂസ് ചെയ്യുന്നത്? അങ്ങനെയാണെങ്കിൽ താങ്കളുടെ വോയിസിൽ ഞങ്ങളുടെ പ്രേക്ഷകർക്ക് വേണ്ടി ഒരു സാധനം. എനിക്ക് ഇതാണ് ഞാൻ വളരെ എന്താ പറയുക, ഇത് നമ്മുടെ പ്രേക്ഷകർ ഇത് അംഗീകരിക്കുമെന്ന് അറിയില്ല. മറ്റേത് ഈ നമ്മളൊരു എന്താ പറയുക, ഗോള് കൂടുതലും ആൾക്കാർ കേട്ടിരിക്കുന്നത് മുഴുവൻ
ഗോൾ അടിച്ചിട്ടുള്ള സെലിബ്രേഷൻസും ഒക്കെയാണ് കൂടുതലും ജനങ്ങൾ കേട്ടിരിക്കുന്നതും അല്ലെങ്കിൽ ജനങ്ങൾ സെലിബ്രേറ്റ് ചെയ്തിരിക്കുന്നതും. ആരാധകർ അങ്ങനെയാണ് എപ്പോഴും വിജയം സെലിബ്രേറ്റ് ചെയ്യാനാണ് കൂടുതൽ ആളുകൾ. പക്ഷേ എൻ്റെ പേഴ്സണൽ ചോയ്സ് എന്ന് പറഞ്ഞാൽ എനിക്ക് എപ്പോഴും ഹാർട്ട് ബ്രേക്കിംഗ് ലോസിന് ശബ്ദം കൊടുക്കാനാണ് ഇഷ്ടം. താങ്ങി നിർത്താൻ. അത് അപ്പോഴാണ് നമ്മുടെ ഒരു നമ്മൾ ചെയ്യുന്ന ജോലിക്ക് അല്ലെങ്കിൽ ഒരു കമൻട്രിക്ക് അതിൻ്റേതായ ഒരു അർത്ഥം കിട്ടുന്നത് ആ മൊമെൻറ്റിനെ നമ്മൾ സപ്പോർട്ട് ചെയ്യുമ്പോഴാണ്. കാരണം അപ്പോൾ എല്ലാം തകർന്ന് നിൽക്കുകയാണ് മനുഷ്യൻ, അല്ലെങ്കിൽ എല്ലാം തകർന്ന് നിൽക്കുകയാണ് ആരാധകർ. അങ്ങനെ നിൽക്കുന്ന സമയത്താണ് അവരെ ആശ്വസിപ്പിക്കാനും അവർക്ക് വീണ്ടും പ്രതീക്ഷയുടെ ഒരു സംഗതി അവരിലേക്ക് പകർന്നു കൊടുക്കാനും കഴിയുന്നത്. മറ്റേത് എല്ലാവരും ആ സമയത്ത് ആരും ഒന്നും ശ്രദ്ധിക്കുന്നില്ല. ആ സമയത്ത് എല്ലാവരും ആ സമയത്ത് മറ്റേ പൂരം മറ്റേ ഉച്ചസ്ഥായിലാണ്, ഒട്ടിയങ്ങ് കയറി മറ്റേ ചെമ്പട്ട അതിലെല്ലാവരും തുള്ളാണ്. മറ്റത് അങ്ങനെയല്ല, അട്ടർ സൈലൻസ്. ശബരിമല സന്നിധാനത്ത് ആ നക്ഷത്രം ഉദിക്കുമ്പോൾ മാത്രമാണ് ഞാൻ ആ ശരണം വിളിയുടെ ഉച്ചസ്ഥാനം കേട്ടിട്ടുള്ളത്. അതേപോലെ ഈ ഹാർട്ട് ബ്രേക്കിംഗ് ലോസ് ആണ് എങ്ങനെയായിരിക്കും ഒരു സിറ്റുവേഷൻ? ഒന്നും ഇവിടെ അവസാനിക്കുന്നില്ല. അവസാനം എന്ന് പറയുന്നത് വാസ്തവത്തിൽ തുടക്കമാണ് എല്ലാത്തിൻ്റെയും. അത് എൻഡ് ആക്ച്വലി ഇറ്റ്സ് എ ബിഗിനിങ്. കാരണം എന്തിനു വേണ്ടി നിങ്ങൾ വരുന്നു, അല്ലെങ്കിൽ വീണ്ടും വീണ്ടും തോൽവി ഏറ്റുവാങ്ങി നിങ്ങൾ എന്തിനു വേണ്ടി വീണ്ടും വരുന്നു എന്ന് ചോദിക്കുന്നവരോടെല്ലാം നിങ്ങൾ പറയേണ്ട ഒരേ ഒരു ഉത്തരം, ഞങ്ങൾ വീണ്ടും വരും, ബിക്കോസ് ഇറ്റ് ഇസ് സ്റ്റിൽ ദെയർ. അതവിടെ ഇരിക്കുന്നിടത്തോളം സമയം, ഞങ്ങളതിൽ തൊടാത്തിടത്തോളം കാലം, ഞങ്ങൾക്കത് കിട്ടാത്തിടത്തോളം കാലം ഞങ്ങൾ അതിനു വേണ്ടിയുള്ള പരിശ്രമം തുടർന്നുകൊണ്ടേയിരിക്കും, ഞങ്ങൾ വീണ്ടും വരും. ഇത് ജീവിതത്തിൽ വളരെ ആപ്ലിക്കബിളാണ്. നിങ്ങൾ ഒരു കാര്യം അച്ചീവ് ചെയ്യണമെന്ന് ആഗ്രഹിച്ചാൽ ആ ആഗ്രഹിക്കുന്ന ഓരോ നിമിഷവും ഓരോ പരിശ്രമവും നിങ്ങൾക്ക് തിരിച്ചടികളുടേതാണെങ്കിൽ, നിങ്ങൾക്ക് സെറ്റ് ബാക്കിൻ്റേതാണെങ്കിൽ അത് ഉപേക്ഷിച്ച് പോയാൽ നിങ്ങൾ സാധാരണക്കാരനാണ്. എത്ര സെറ്റ് ബാക്ക് ഉണ്ടായാലും എത്ര തവണ തോറ്റു മടങ്ങിയാലും അത് അവിടെ ഇരിക്കുന്നിടത്തോളം കാലം ഞങ്ങൾ വന്നുകൊണ്ടേയിരിക്കും, ഞങ്ങളുടെ ടീം ഇവിടെ ഉണ്ടാകും, ഞങ്ങൾ ആരാധകർ ഇവിടെ ഉണ്ടാകും, ഈ കപ്പ് ഇവിടെ ഉള്ളിടത്തോളം കാലം, ബിക്കോസ് ഇറ്റ് ഈസ് സ്റ്റിൽ ദെയർ എന്ന് പറയുന്ന ഒരു സംഗതിയുണ്ട്. അത് ജീവിതത്തിൽ ആപ്ലിക്കബിൾ അല്ലേ? ഞാൻ ഈ പറഞ്ഞ സംഗതി ജീവിതത്തിൽ, ഞാൻ ഈ പറഞ്ഞ ഡയലോഗ് ജീവിതത്തിൽ എന്തിൻ്റെ കൂടെയും പറയാം നമുക്ക്. ബേസിക്കലി ഐ ഷുഡ് ബി അഡ്മിറ്റിങ് ഇറ്റ്. കാരണം ഇതിപ്പോൾ എന്തായാലും ജനങ്ങൾ കാണും. ദിസ് ഇസ് നോട്ട് എ കമൻട്രി ആക്ച്വലി, ദിസ് ഇസ് ആൻ ഇമോഷൻ. അത് ഭയങ്കര ഫീൽ ചെയ്യാൻ പറ്റും. എനിക്ക് തോന്നുന്നില്ലേ നമ്മളിവിടെ കേട്ടുകൊണ്ടിരിക്കുക, ഇപ്പോൾ എന്നെ സംബന്ധിച്ചിടത്തോളം രോമാഞ്ച പുളകനായി. അത് പറഞ്ഞതൊരു അല്ലേ ഒരു ഫെയ്ത്താണ്, ഒരു ട്രസ്റ്റാണ് ജനങ്ങളിലൂടെ ഷൈജു ചേട്ടൻ ട്രാവൽ ചെയ്ത് പോകുന്നത്. ഇങ്ങനെയുള്ള ഷൈജു ചേട്ടൻ മനസ്സിലാണ് ഇപ്പോൾ എല്ലാവർക്കും സ്ട്രഗിൾസ് ഉണ്ട്, ഫെയിലുവേഴ്സ് ഉണ്ട്, ഇതെല്ലാം ഹാൻഡിൽ ചെയ്യുന്നൊരു ദിവസം. അപ്പോൾ നമ്മളെ കയ്യിൽ മൈക്ക് പിടിച്ച് നിൽക്കുന്ന ഒരു ദിവസം ഉണ്ടായിരിക്കാം. And still we felt invisible. There are days like that. We are there and we felt invisible. എൻ്റെ ലൈഫിലും അങ്ങനെ സംഭവിച്ചിട്ടുണ്ടോ? How was your moment like? ഇങ്ങനൊരു ദിവസം ഷൈജു ദാമോദരൻ മൈക്കും പിടിച്ച് നിൽക്കാം, and you know that you are a gifted, talented or whatever is it, and you felt really invisible. Was there such a moment in your life? ഇതുവരെ അങ്ങനെ പറഞ്ഞ ഇതുവരെ ജീവിതത്തിൽ ഈ പോയിന്റ് കറക്റ്റാണ്. ഈ ഒരു വിഷയം വളരെ എന്താ പറയുക കനപ്പെട്ട ഒരു ചോദ്യമാണ്. പക്ഷേ ലക്കി ദാറ്റ് എനിക്ക് തോന്നുന്നു ബ്ലെസ്ഡ് എന്ന് പറഞ്ഞു. ഞാനത് എപ്പോഴും ഓരോ സെക്കൻഡും ഇപ്പം നിങ്ങളുടെ മുന്നിലിരുന്ന് ഞാൻ സംസാരിക്കുന്ന ഈ സെക്കൻഡിന് പോലും ഞാൻ ഈശ്വരനോടും ഈ പ്രപഞ്ച ശക്തിയോടും കടപ്പെട്ടവനാണ്. എന്തോ ഒരു പ്രപഞ്ചത്തിലെ എല്ലാം നിയന്ത്രിക്കുന്ന ഒരു ശക്തിയാണ് എന്നെക്കൊണ്ട് സംസാരിപ്പിക്കുന്നതും മൈക്കിൽ സംസാരിപ്പിക്കുന്നതും എന്നെക്കൊണ്ട് സ്റ്റേജിൽ നിന്ന് സംസാരിക്കാൻ പ്രാപ്തനാക്കുന്നതും നിങ്ങളോട് സംസാരിക്കാൻ പ്രാപ്തനാക്കുന്നത് വരെ. സോ ആ പ്രപഞ്ച ശക്തിയുടെ അനുഗ്രഹം എൻ്റെ ഉള്ളിലുള്ളതുകൊണ്ടായിരിക്കാം, എനിക്കുള്ളതുകൊണ്ടായിരിക്കാം ഈ പറഞ്ഞൊരു മൊമെൻറ്റ് ഇതേവരെ അങ്ങനെ നിന്നിട്ട് പോലും ഞാനിവിടെ ഇൻഡിവിസിബിൾ ആണല്ലോ എന്നൊരു ഫീൽ എനിക്ക് ഇതുവരെ കിട്ടിയിട്ടില്ല. ബിക്കോസ് ഞാൻ എല്ലാ സ്ഥലത്തും പിന്നീടുള്ള എല്ലാ സംഗതികളും നമ്മളിങ്ങനെ സ്വീപ്പ് ചെയ്ത് പോയിട്ടേ ഉള്ളൂ. സ്റ്റേജിൽ നിന്നാൽ പിന്നെ സ്വീപ്പ് ചെയ്ത് പോകുന്നവർ അതില്ല. ഭാഗ്യമാണ്, എല്ലാ സ്ഥലത്തും ഭാഗ്യമാണ്. കാരണം നമ്മുടെ ശബ്ദം നിൽക്കുന്ന സ്ഥലങ്ങളിൽ നമ്മുടെ ശബ്ദം നന്നായി കേൾപ്പിക്കുന്നു, അതിന് കേൾപ്പിക്കാൻ ഒരു ഭാഗ്യം കിട്ടി. ഒരിക്കലും ഇൻവിസിബിൾ ആയി പോവാതിരിക്കാനുള്ള ഒരു സംഗതി നേരിടേണ്ടി വന്നിട്ടില്ല എന്നുള്ളത് ഭാഗ്യമായിരിക്കാം. ഭാഗ്യമുണ്ടോ? അത് ഒരിക്കലും കഴിവായിട്ട് ഞാൻ പറയില്ല. മോർ ദാൻ എ ലക്ക്, ഇറ്റ് ഈസ് എ ബ്ലെസ്സിങ്. ബ്ലെസ്സിങ്. യു ആർ എ ബ്ലെസ്ഡ് പേഴ്സണാലിറ്റി. അതെനിക്ക് ഇല്ലെങ്കിൽ ഇങ്ങനൊരു മാമൻ ലൈഫിൽ വരാനും ഇങ്ങനൊരു കാരണം ഇപ്പം ഞാൻ ചോദിക്കുന്നത് ഇപ്പോൾ ഫോർ എക്സാമ്പിൾ പലർക്കും ഇതൊരു തൊഴിലാണ്. സോ ഇതിനകത്ത് എനിക്ക് മനസ്സിലാക്കാൻ പറ്റുന്ന ഇറ്റ് ഈസ് ബിയോണ്ട് എ ജോബ് ഫോർ യു. തീർച്ചയായിട്ടും അല്ലേ? ഞാൻ ഒരു ദിവസം പോലും എനിക്കിത് ജോലിയായിട്ട് ഫീൽ ചെയ്തിട്ടില്ല. ഓഫ് കോഴ്സ് ഇപ്പോൾ നമ്മളെ അറിയുന്ന എല്ലാവർക്കും അറിയാം, നമ്മൾ ഇന്ന് ഇതൊരു ജോബ് ഓറിയൻറ്റഡ് ഒരു കരിയർ തന്നെയാണ്. പക്ഷേ എനിക്ക് ഒരു ദിവസം പോലും, ഞാൻ വളരെ ആത്മാർത്ഥമായിട്ട് നിങ്ങളുടെ അടുത്ത് പറയുകയാണ്,
ഇപ്പോഴും ഞാൻ സ്ഥിരമായി ഇപ്പോഴും കമൻട്രി പോയിക്കൊണ്ടിരിക്കുന്നുണ്ട്, പ്രീമിയർ ലീഗിൻ്റെ ഒക്കെ പോകുന്നുണ്ട്. ഒരു ദിവസം പോലും എനിക്കിത് ജോബായിട്ട് ഫീൽ ചെയ്തിട്ടില്ല. ഞാൻ കളി കാണാനിരിക്കുന്നു, അത് സ്റ്റേഡിയത്തിൽ ലൈവ് ആണെങ്കിൽ അങ്ങനെ, സ്റ്റുഡിയോയിലാണെങ്കിൽ അങ്ങനെ, എന്താണെങ്കിലും ആ കളി തുടങ്ങി എനിക്കിത് ജോലിയല്ല. ഞാൻ കളിയുടെ കാര്യങ്ങളിൽ കളിയുടെ കൂടെ അങ്ങ് ട്രാവൽ ചെയ്യാണ്. ഞാൻ നേരത്തെ പറഞ്ഞ ആ കളി കാണുന്ന ആളാണ് ഞാൻ, ആരാധകനാണ്. എനിക്കിന്ന് കളി ഇന്നിപ്പോൾ മാഞ്ചസ്റ്റർ യുണൈറ്റഡ് ആർസണൽ മാച്ച്, ഇത് തകർക്കും. പക്ഷേ ഈ ചില ഷെഫന്മാർ ഉപ്പിടാൻ മറന്നു പോകും, ചിലപ്പോൾ പറയാൻ പറ്റില്ല, ചിലപ്പോൾ ഉപ്പ് കൂടി പോകും, ഉപ്പ് കുറഞ്ഞു പോകും. അങ്ങനെ എന്തെങ്കിലും ഒരു ഇൻസിഡൻറ്റ്, കാരണം അതിനകത്തങ്ങ് മുഴുകിയിട്ട് ഒരു ആരാധകനും ഒരു കമൻറ്റേറ്ററും തമ്മിലിരിക്കുന്ന സമയത്ത് എവിടെങ്കിലും ഒരു ജസ്റ്റ് മിസ് അടിച്ചിട്ട് അവിടെ കയറി പോയിട്ടുണ്ടോ? ഇല്ല, അത് എന്താ പറയുക, ഇതേവരെ അതും നിങ്ങൾ നേരത്തെ പറഞ്ഞ പോലെ ബ്ലെസ്സിങ് ആണ് അതൊക്കെ. ഇതേവരെ അങ്ങനെ ഒരു സംഭവം പിന്നെ ഒന്നും മിസ്സായിട്ടില്ല ഇതേവരെ. അങ്ങനെ എന്താ പറയുക, അയ്യോ അത് മിസ്സായല്ലോ അങ്ങനെ പറയേണ്ടി വന്നിട്ടില്ല. കാരണം കളിയിലങ്ങ് മുഴുകി അല്ല, അങ്ങനെ വന്നിട്ടില്ല. അത് നമ്മൾ പറയില്ല, ഇവൻ എവിടെ നോക്കി നിൽക്കുകയാണ്, നീ കളിയുണ്ട് നിൽക്കണോ, നീ കളിയുണ്ട് നിൽക്കണോ. അങ്ങനെ ഒരിക്കലും പ്രൊഡ്യൂസറെ കൊണ്ടോ ഡയറക്ടറെ കൊണ്ടോ അങ്ങനെ പറയിപ്പിക്കേണ്ടി വന്നിട്ടില്ല. പക്ഷേ ചില സമയങ്ങളിൽ എനർജിയുടെ ഏറ്റക്കുറച്ചിൽ വന്നിട്ടുണ്ടാവും. അത് ഡിപ്പെൻസ് ആണ്. കാരണം ഇതൊരു ഫിസിക്കൽ ആക്ടിവിറ്റിയാണ് നമ്മൾ ഈ ചെയ്യുന്നത്. ഒരു മനുഷ്യ ശരീരത്തിന്റെ ഉള്ളിൽ നിന്നാണ് ഈ വികാരങ്ങളും വിചാരങ്ങളും വിക്ഷോഭങ്ങളും ശബ്ദവും കരച്ചിലും അല്ലെ സെലിബ്രേഷനും ഒക്കെ നമ്മൾ കേൾക്കുന്നത്. അപ്പോൾ അതിൽ ഏറ്റക്കുറച്ചില്ല. അപ്പോൾ ചില സമയത്ത് ഇന്ന് എന്ത് പറ്റി, ഇന്ന് ഇത്തിരി ഓഫ് മൂഡാണല്ലോ, ഇന്ന് എനർജി ഇത്തിരി കുറവാണല്ലോ, അങ്ങനെ കേട്ടിട്ടുണ്ട്. അല്ലാണ്ട് മിസ്സായി പോയിട്ടില്ല. മനസ്സിലായി. ഇപ്പം ഫോർ എക്സാമ്പിൾ നമ്മളിന്ന് മീമിൻ്റെയും ട്രോളിങ്ങിൻ്റെയൊക്കെ കാലമാണല്ലോ ബേസിക്കലി. അങ്ങനെ ഹേർട്ട് ചെയ്തതായിട്ടുള്ള ട്രോൾസ് വല്ലതും താങ്കളുടെ ലൈഫിൽ ഇതുവരെ സംഭവിച്ചിട്ടുണ്ട്? ഇഷ്ടം പോലെ ട്രോൾ വന്നിട്ടുണ്ട്. ഒരു കാലത്ത് ട്രോളന്മാരുടെ ഇഷ്ടവിഭവമായിരുന്നു ഞാൻ ആ സമയത്തൊക്കെ. തീർച്ചയായിട്ടും എന്നെ അടുത്ത് എന്തെല്ലാം. പക്ഷേ സിൻസിയർലി പറയട്ടെ, ഒരെണ്ണം പോലും എന്നെ വേദനിപ്പിച്ചിട്ടില്ല. എല്ലാം ആസ്വദിച്ചിട്ടേ ഉള്ളൂ. എല്ലാം അതും ഒരു ലോകമാണ്, അതും ഒരു എന്താ പറയുക, അതും ഒരു പ്രവൃത്തിയാണ്. അവരവരുടെ പ്രവൃത്തി ചെയ്യുന്നു, അവരതിൽ ആനന്ദം കൊള്ളുന്നു. അതിൽ ആനന്ദം കൊള്ളാൻ പറ്റുകയാണെങ്കിൽ നമ്മളും ആനന്ദിക്കുക. ഒരിക്കൽ പോലും, ടു ബി വെരി ഓണസ്റ്റ് വിത്ത് യു, ഞാൻ ഒരിക്കൽ പോലും സങ്കടപ്പെട്ടിട്ടില്ല, ആസ്വദിച്ചിട്ടേ ഉള്ളൂ. ആൾക്കാർ ഇതൊക്കെ എടുത്ത് അയച്ചു തന്നിട്ട് കുത്താൻ ശ്രമിക്കും. പിന്നെ അയച്ചു തരുന്നവരിൽ നിങ്ങൾക്കാണെങ്കിൽ പോലും, നിങ്ങളുടെ ഏറ്റവും അടുത്ത സുഹൃത്തുക്കൾ എന്ന് നമ്മൾ വിശ്വസിക്കുന്ന ആളുകൾ പോലും ഇത് അയച്ചു തരുന്നത് ഇത് കണ്ടിട്ട് അവൻ കുറച്ച് മനപ്രയാസപ്പെടട്ടെ, ഇങ്ങനെയാണല്ലോ മനുഷ്യൻ. നല്ലതൊന്നുമല്ല. അതായത് ഇവനത് അയച്ചു കൊടുത്തിട്ട് എന്തോ വലിയ കാര്യം അയച്ചു തരുന്നത്. ഞാൻ സെൻഡ് ചെയ്തേടാ, ഇത് നീ ഇത് കണ്ടില്ലേടാ, നിന്നെ കുറിച്ച് ഇങ്ങനെ ഒരു സാധനം വന്നത്, ഞാൻ അയച്ചു തരാട്ടാ, എന്തിനാണ്? അപ്പം വിചാരിക്കും അവനിത് കണ്ടിപ്പോ ടെൻഷൻ അടിക്കും. ഇതൊരു തരം മനസ്സുഖം. ഈ ഒരു മലയാളിയുടെ മാനസിക വ്യാപാരങ്ങളുണ്ടല്ലോ, എൻ്റെ പൊന്നോ, വല്ലാത്ത ഒരു സംഗതിയാണ് മലയാളം. തോന്നുന്നുണ്ടോ എപ്പോഴെങ്കിലും AI വന്നിട്ട് നമ്മളുടെ ഈ ഒരു സ്ഥാനം അല്ലെങ്കിൽ ഈ ഒരു ഏരിയ റീപ്ലേസ് ചെയ്ത് പോകുമെന്നുള്ളൊരു ഫിയർ ഫാക്ടർ ഉണ്ടോ? ഉഗ്രം ചോദ്യമാണ്. ഇതൊരു കാലഘട്ടത്തിൻ്റെ ചോദ്യമാണ്. ഇത് ഇന്നത്തെ സമയത്തിൻ്റെ ചോദ്യമാണ്. നമ്മളെല്ലാവരും നേരിടുന്ന ഒരു സംഗതിയാണ് AI, അല്ലേ? എങ്കിൽ ഞാൻ പറയട്ടെ അതിന് കൃത്യമായ ഉത്തരം. ഷൈജു ദാമോദരൻ്റെ ശബ്ദം, ഷൈജു ദാമോദരൻ പറയുന്ന രീതി, ഇതെല്ലാം AI പിടിക്കും. എൻ്റെ ഒരു പരിമിതമായ അറിവ് വെച്ച് പറയാണ്ടോ, ടെക്നോളജി വളർന്ന് ഇങ്ങനെ വികസിക്കുകയാണല്ലോ ദിനം പ്രതി, സെക്കൻഡ് ബൈ സെക്കൻഡ് പിടിക്കും അവൻ. പക്ഷേ ഷൈജു ദാമോദരൻ്റെ തലച്ചോറവൻ പിടിക്കില്ല. എൻ്റെ ചിന്തകൾ എനിക്ക് മാത്രം സ്വന്തം, അതിൻ്റെ ഫുൾ പേറ്റൻ്റ് എനിക്ക് തന്നെയാണ്. ഒരു മൊമെൻറ്റിനെ ഞാൻ കാണുന്നത് പോലെ എയ്ക്ക് കാണാൻ പറ്റില്ല. ഞാൻ നേരത്തെ പറഞ്ഞു വെച്ചതുപോലെ ഈ മൊമെൻ്റ് അവൻ പറയും. പക്ഷെ ഈ മൊമെന്റ് ഞാൻ ഇതല്ല വേറൊരു സാധനമാണ് ഇടുന്നത്, അത് ഏക്ക് പിടിക്കാൻ പറ്റില്ല. അപ്ഡേറ്റഡ് ഷൈജു ദാമോദരന്റെ ചിന്തയിൽ മാന്താൻ പറ്റൂല. അതായത് ഈ ഒരു മൊമെന്റ്, ഈ മൊമെന്റിനെ ചിലപ്പോൾ ഞാൻ വർണ്ണിക്കുന്നത്, ഞാൻ ഇതിനെ കമ്പയർ ചെയ്യാൻ പോകുന്നത് തൃശ്ശൂർ പൂരമായിട്ടാണ്. മനസ്സിലായില്ലേ? മറ്റേ തെക്കേ നട ഗോപുരവാതിൽ തള്ളി തുറന്ന് തെക്കോട്ടിറങ്ങി വരുന്നു, കുടമാറ്റം ആരംഭിക്കാൻ പോകുന്നു, തൃശ്ശൂർ പൂരത്തിന്റെ ആ വർണ്ണാഭമായിട്ടുള്ള കാഴ്ച, ഇത് ആ ഒരു വിഷ്വൽ സാധനമായിരിക്കും ഞാൻ ഇതിൽ കൊണ്ടുവരാൻ പോകുന്നത്. അത് പക്ഷെ അവന് കിട്ടൂല. അവൻ വേറെ ഞാൻ നേരത്തെ ചെയ്തു വെച്ചാൽ വേറെ എന്തെങ്കിലും സാധനം എടുത്തിട്ടായിരിക്കും അവൻ ചാമ്പാൻ പോകുന്നത്. മനസ്സിലായില്ല? അപ്പം ഇതാണ് ഈ AI പരാജയപ്പെടുന്നത്. സ്പോണ്ടേനിയസ് ഡിസിഷൻ, നമ്മുടെ തലച്ചോറെടുക്കുന്ന, നിങ്ങൾ ഈ കാണുന്ന രംഗം നിങ്ങൾ എങ്ങനെയാണ് വിവരിക്കാൻ പോകുന്നത്? ഞാൻ നേരത്തെ പറഞ്ഞ പോലെ അമ്പടി ജിഞ്ചിനാക്കടി എന്നായിരിക്കും ഞാൻ പറയാൻ പോകുന്നത്, അത് ചിലപ്പോൾ AI പറ്റൂല. മനസ്സിലായി? അതാണ് വ്യത്യാസം. അത് അവിടെ ആയിരിക്കാം ഒരു പക്ഷേ ഇനിയുള്ള കാലത്ത് AIയും റിയാലിറ്റിയും തമ്മിലുള്ള യുദ്ധം നടക്കാൻ, മത്സരത്തിലെ യഥാർത്ഥ മാറ്റുരയ്ക്കൽ നടക്കുന്നത്. ആ സ്പോട്ട് ഓൺ ഡിസിഷനിൽ മനുഷ്യന്റെ തലച്ചോറിനൊപ്പം നിൽക്കാൻ AIക്ക് പറ്റുമോ? എനിക്ക് തോന്നുന്നില്ല. എനിക്ക് തോന്നുന്നു AIക്ക് ഒരു ട്രെൻഡ് സെറ്റർ ആവാൻ പറ്റുമെന്ന് തോന്നുന്നില്ല.
ട്രെൻഡ് സെറ്റർ എന്ന് പറയുന്നത് നമ്മളുടെ മനുഷ്യർ അതെ. സെറ്റ് ചെയ്യുന്നതാണ് അല്ലേ? അതിനെ പിന്നെ അവർ കോപ്പി ചെയ്ത് വരികയായിരിക്കും. ചിലപ്പം വേറൊരു സ്റ്റൈൽ ഓഫ് ട്രെൻഡ് സെറ്റർ ഉണ്ടാക്കാം. പക്ഷേ ഷൈജു ദാമോദരൻ എന്നുള്ള സിഗ്നേച്ചർ അല്ലേ അടുത്ത ലെവലിലേക്ക് കൊണ്ടുപോകാൻ ചിലപ്പോൾ ടെക്നിക്കലി. എനിക്ക് തോന്നുന്നു എൻ്റെ പരിമിതമായ സാധനം. അതെ, നമുക്ക് ഇപ്പോൾ താങ്കളുടെ ബേസിക്കലി ഇത്രയും ശബ്ദം വെച്ച് കളിക്കുന്ന ഒരു മനുഷ്യൻ ഇടയ്ക്കിടയ്ക്ക് എന്താണ് കുടിക്കുന്നത്? ചൂടുവെള്ളമാണോ ചുക്ക് കാപ്പിയാണോ അതോ നോർമലി അല്ലേ? ചൂടുവെള്ളം കുടിക്കാറുണ്ട്. ചൂടുവെള്ളമാണ് ശബ്ദം വെച്ചുള്ള കളിയാണല്ലോ. ശബ്ദം വെച്ചുള്ള കളി സ്വാഭാവികമായിട്ടും കമന്ററി പറയാൻ പോകും. ഇപ്പൊ പാട്ടുകാരൊക്കെ ചുക്കുവെള്ളം ഇങ്ങനെ കുടിച്ചോണ്ടിരിക്കും. ഞാൻ കോഫിയാണ് എൻ്റെ ഇഷ്ടപ്പെട്ട പാനീയം എന്ന് വെച്ചാൽ കോഫിയാണ്. അപ്പൊ അതിങ്ങനെ ഇടയ്ക്ക് അടിച്ചോണ്ട് കോഫിയാണ് എൻ്റെ ഫേവറേറ്റ്. ഈ ഇടയ്ക്ക് ഇറങ്ങിയ ഒരു ലാലേട്ടൻ്റെ ഒരു സിനിമയിൽ നമ്മുടെ സിദ്ദിഖിക്കയുടെ കഥാപാത്രമുണ്ട്. എന്ത് പറഞ്ഞാലും നമുക്കൊരു കാപ്പി കുടിച്ചാലോ, നമുക്കൊരു ചായ കുടിച്ചാലോ. അപ്പൊ നമുക്കൊരു ചായ കുടിച്ചാലോ ഞാനും ചോദിക്കുക. അപ്പോൾ ലെറ്റ്സ് ഗോ ഫോർ എ ടീ ബ്രേക്ക്. ദിസ് ഇസ് ഷൈൻ വിത്ത് നളൻ. അപ്പോൾ ഷൈജേട്ടാ, ഇതൊരു പ്രത്യേകതരം ടീ ആണ്. സിനമൺ സ്റ്റിക്കാണ് കണ്ടോ, വിത്ത് സിലോൺ സിനമൺ സ്റ്റിക്ക്. കണ്ടോ, കാണാവോ? പിന്നെ ആ പുക താഴേക്ക് ഇറങ്ങി പോകുന്നത് ശരിക്കാണ്. കാണാമല്ലേ? സിലോൺ സിനമൺ സ്റ്റിക്ക്, അതായത് ലങ്കൻ കറുവാപ്പട്ട. ഇനി നമ്മളതിലേക്ക് ടീ ഒഴിക്കുകയാണ്. നേരത്തെ പറഞ്ഞാണ് ഈ സാധനമൊക്കെ കഴിക്കുമ്പം ഒരു രാജകീയ ഫീല് തോന്നണം. മോനെ സെറ്റ് വിത്ത് ലോകപ്രശസ്തമായി ഫ്ലോയിഡ് എഴുതിയിട്ടുള്ള എള്ളുണ്ടകളിൽ ഒന്നാമനാണ്. അപ്പോൾ നമുക്കൊരു ചായ കുടിച്ചു തുടങ്ങാം. തീർച്ചയായിട്ടും. പോവാ, നീ റെഡിയല്ലേ? സോ ലെറ്റ്സ് ഹാവ് ആ ടീ. അപ്പോൾ ടീ റെഡിയാണ്, എടുത്തോ. ഞാൻ തന്നേക്കാം, ഇതാ പിടിച്ചു. പിന്നെ അല്ല, ബ്ലൂ ടീ വിത്ത് എ ബൈറ്റ് ഓഫ് ലോകപ്രശസ്തമായ സെസമി ബോൾസ്. യെസ്, ചിയേഴ്സ് ബ്രദർ. പാട്ട് പാടിപ്പോ. ബ്ലൂ ടീ അല്ലേ? നീലജലാശയത്തിൽ നീരാടും. ഓ, ഭയങ്കര ആ ഒരു സ്മോക്ക് ഫീൽ. പിന്നെ ഇനി ഒന്നും കൂടെ നമുക്ക് അപ്ഗ്രേഡ് ചെയ്യാം വിത്ത് എ ബൈറ്റ് പ്ലീസ്. 4 പ്രാവശ്യത്തിൽ കൂടുതൽ ച്യൂ ചെയ്തിട്ട് ഇനി സിപ്പ് എടുക്കാവൂ. ഇത് ഷെഫിൻ്റെ ലോകപ്രശസ്തമായ എള്ളുണ്ട. 4 കൂടിപ്പോയ കുഴപ്പമില്ലല്ലോ. ഒരു കുഴപ്പമില്ല. ഇത് എല്ലാ ദിവസവും വൈകുന്നേരം എനിക്ക് തരാൻ കിട്ടാൻ വഴിയാണ്. സത്യം, സീരിയസ്ലി ആസ്കിങ്. എല്ലാ ദിവസവും വൈകുന്നേരം ഒരു 4:30-5 മണിയാകുമ്പോൾ ഞാൻ ഇവിടെ വരാം. ഈ ഒരു ബ്ലൂ ടീയും ഈ ഷെഫിൻ്റെ ഈ കോംബോ ഒന്ന് ഞാൻ എന്ത് ചെയ്യണം ഷെഫ് ഇത് കിട്ടാൻ? സത്യം പറ, അസാധ്യം. എന്നെ താങ്കളിലേക്ക് ഈ അടുത്ത കാലത്ത് നടന്നൊരു സംഭാഷണത്തിൽ ഉണ്ടായ ഒരു ഡിസ്കഷനകത്തുണ്ടായ ഒരു സ്റ്റേറ്റ്മെൻറ്റാണ് കൈ മടക്കി വയ്ക്കുന്നതിനെ ബേസ് ചെയ്തിട്ട്. അപ്പോൾ ഞാനത് ശ്രദ്ധിച്ചു. അതിനകത്തൊരു വൈഫിൻ്റെ അടിമത്വം കാണിക്കുന്ന രീതിയിലൊരു സംസാരം വന്ന സമയത്ത് അത് താങ്കളൊരു അടിമയായി എന്നുള്ളത് പറഞ്ഞ് കൊണ്ടായിരുന്നു. ഞാൻ അതിൻ്റെ ഒരു അടിമയാണ്. അതൊരു ഭയങ്കര എനിക്ക് ഐ ഫെൽ ഇൻ ലവ് വിത്ത് യു ഫോർ എക്സാമ്പിൾ ബിക്കോസ് ഹൗ ബ്യൂട്ടിഫുള്ളി യു ഹാവ് ഷോൺ ദ വേൾഡ് ദാറ്റ് നമുക്ക് ഇങ്ങനെയും ചിന്തിക്കാം. അങ്ങനെയാണ് ഞാൻ ഫോൺ ചെയ്യുന്നതും എൻ്റെ അടുത്ത് ഈ കൈ മടക്കിയതിൻ്റെ റിയൽ സ്റ്റോറി പറയുന്നത്. അതൊന്ന് പറയാമോ? തീർച്ചയായിട്ടും. ഞാൻ കൈ മടക്കുന്ന കാര്യത്തിൽ ഇപ്പം ഇപ്പോഴും ഷർട്ടിൻ്റെ കൈ മടക്കാൻ എനിക്ക് കൃത്യമായിട്ട് ഇപ്പോഴും അറിഞ്ഞൂടാ. ഞാൻ ഒട്ടും ശ്രദ്ധിക്കാത്തൊരു സംഗതിയായിരുന്നു ഷർട്ടിൻ്റെ കൈ മടക്കൽ. 2014 കാലഘട്ടത്തിൽ എവിടെ നിന്നും ഒരു ചെറുപ്പക്കാരൻ എൻ്റെ ജീവിതത്തിലേക്ക് കടന്നു വരികയാണ്. ശരത്ത്. പിന്നെ എല്ലാമായിരുന്നു അവൻ. ഒരു 5 വർഷത്തോളം. ഏത് നാട്ടുകാരനാണ് അവൻ? മറയൂർക്കാരനാണ്. ഇതിനു മുമ്പ് അറിയത്തേ? അതായത് അന്നൊരു മാഗസിൻ ഉണ്ടായിരുന്നു ഞങ്ങൾക്ക് സ്വന്തമായിട്ട്, ഒരു പ്രകൃതി വൈൽഡ് ലൈഫ് മാഗസിൻ. ആ മാഗസിൻ്റെ കുറച്ച് മാർക്കറ്റിംഗ് കാര്യങ്ങളൊക്കെ ആയിട്ടാണ് അദ്ദേഹം വരുന്നത്.
മാഗസിൻ പിൽക്കാലത്ത് നിലച്ചുപോയി. പക്ഷെ അദ്ദേഹം തുടർന്നു എന്നോടൊപ്പം. അത് എന്താ പറയുക, അത് എല്ലാമായ ഒരാൾ നമ്മൾ പറയില്ല. അത് എന്താ എൻ്റെ കാര്യങ്ങളെല്ലാം നോക്കിയിരുന്നവനായിരുന്നു. ജോലിക്കായിട്ട് വന്നതാണ്. എങ്ങനെ ഇത്, അതായത് ജോലി അന്വേഷിച്ച് വന്നു? അതാ ഇതൊരു എന്താ ജോലി അന്വേഷിച്ച് വന്നതല്ല, ഒരു ദിവസം അങ്ങ് വന്ന് അതാണ് ചില കാര്യങ്ങൾ, ചില അത്ഭുതങ്ങൾ നമ്മുടെ ജീവിതത്തിൽ സംഭവിക്കുന്നുണ്ടല്ലേ, നമ്മളറിയാതെ നമ്മളോട് വന്നങ്ങനെ ചേരുക. പുള്ളിയുടെ അച്ഛനും അമ്മയ്ക്കും ഒക്കെ ബിസിനസ്സോ അങ്ങനെ? തീർച്ചയായിട്ടും വെൽ ഓഫ് ഫാമിലി, വെൽ സെറ്റിൽഡ് ഫാമിലി. അവിടെ കണ്ട് ജോലി ചെയ്യാൻ വയ്യ. അങ്ങനെ എറണാകുളത്തേക്ക് വരാനുള്ള പുള്ളിയുടെ എന്താ പറയുക അടക്കാത്ത അഭിവാഞ്ച പുള്ളിക്ക്. അവിടെ നിന്ന് എങ്ങനെയെങ്കിലും എറണാകുളത്ത് ചാടണം, വീട്ടിൽ പണിയെടുക്കാം, വീട്ടിൽ നിൽക്കാൻ വയ്യ. അത്രയും നല്ല സൗകര്യങ്ങളുള്ള ഒരു ഫാമിലിയിലെ ഏറ്റവും ഇളയ സന്തതിയാണ്. അങ്ങനെ വന്ന് എൻ്റെ കൂടെ ആവുകയാണ് ശരത്തു. പിന്നെ എല്ലാം അവനായിരുന്നു. എല്ലാം വെച്ചാൽ ഈ പറയുന്ന പോലെ എൻ്റെ പ്രോഗ്രാം കോർഡിനേറ്റ് ചെയ്യലും മറ്റു കാര്യങ്ങളെല്ലാം അവനായിരുന്നു. കുറേ നാൾ ഇതെല്ലാം ചെയ്തുകൊണ്ടിരുന്നത്. എന്നെ തേടി വരുന്ന ഫോൺ കോളുകളൊക്കെ അറ്റൻഡ് ചെയ്തിരുന്നൊക്കെ അവനായിരുന്നു. അപ്പം അത് വെറുതെ ഈ പറയുന്ന പോലെ വാഹനം ഓടിക്കുന്ന ഒരാളോ അല്ലെങ്കിൽ വെറുതെ നമ്മുടെ കൂടെ നിൽക്കുന്ന ഒരാളോ അങ്ങനെയല്ല, എല്ലാം അവനാണ്. അപ്പോൾ എല്ലാം അവൻ എന്ന് പറയുമ്പോൾ ഒരു ദിവസം വന്നിട്ട് പറഞ്ഞ് കൈ മടക്കിയത് ശരിയായിട്ടില്ല, ഞാൻ മടക്കി തരാം. അന്ന് മുതലാണ് കൈ മടക്കാൻ കൊള്ളാൽ ഇവൻ മടക്കിയിട്ട് കറക്റ്റാണല്ലോ. ഈ കൈ മടക്കുന്ന കാര്യത്തിൽ അവൻ ഭയങ്കര ശ്രദ്ധാലുവായിരുന്നു. അന്ന് മുതലാണ് ഈ ഷർട്ടിൻ്റെ സ്ലീവ് മടക്കി വെക്കുന്ന കാര്യത്തിൽ ഞാനും ശ്രദ്ധിച്ചു തുടങ്ങി. അന്ന് വരെ മറ്റത് ചുമ്മാ ഒരു മടക്കും, അതൊരു അശ്രദ്ധമായൊരു മടക്കും, അങ്ങനെയല്ല, കൈ കറക്റ്റ് ആയിരിക്കണം. അവിടെ നിന്നാണ് പിന്നെ ഒരു 5 വർഷം അവൻ കൈ മടക്കിയ ഷർട്ട്, മീൻസ് ഞാൻ എപ്പോൾ ഷർട്ട് ഉപയോഗിക്കുന്നോ അവനാണ് കൈ മടക്കി തരിക. അപ്പം അത് ജീവിതത്തിൻ്റെ ഒരു ഭാഗമായി എന്ന് പറയാം. പിന്നെ അങ്ങനെ കൈമടക്കാതെ ഷർട്ട് ഇടുമ്പോൾ എന്തോ ഒരു അപൂർണതയാണ്. അങ്ങനെ ഒരു കാലം 2019 ആകസ്മികമായിട്ട് അവൻ വിട പറയുന്നു വെച്ചാൽ അവൻ ആകസ്മികമായിട്ട് മരിക്കുകയാണ്. അവൻ എന്താ പറയുക, അതൊരു വല്ലാത്തൊരു വിട പറച്ചിലാണ്. അപ്പോൾ അവൻ പോയതിന് ശേഷം ഈ പറയുന്ന പോലെ എല്ലാത്തിലും ഒരു ശൂന്യതയും ഗ്യാപ്പുമാണ്, എല്ലാ കാര്യങ്ങളിലും. അതാണ് ഒരാളുടെ, നമ്മൾ പറയില്ല, ഒരാളുടെ നഷ്ടം എന്ന് പറയാം. പിന്നെ വേറെ ഇതെങ്ങനെ സംഭവിച്ചത്? ആക്ച്വലി അല്ല, ഞാനില്ലായിരുന്നു. ഞാൻ ഒമാനിൽ പരിപാടിക്ക് പോയിരിക്കുന്നു. ഞാൻ ഒമാനിൽ പരിപാടിക്ക് പോയ സമയത്താണ് ഇവിടെയാണ് അവന് സംഭവിക്കുന്നത്. എന്താ പറയുക, ഹൃദയസ്തംഭനം മൂലം മരിക്കുകയാണ്, ആകസ്മികമായിട്ടുള്ള അകാലത്തിലുള്ള നിര്യാണം. അപ്പോൾ അതൊരു വല്ലാത്തൊരു ഷോക്കാണ്. കാരണം അത് ഞാൻ ഈ പറയുന്നത്, നമ്മൾ ഷർട്ടിൻ്റെ കൈമടക്കലാണ് നമ്മുടെ പോയിൻ്റ് ഓഫ് എന്താ പറയുക സബ്ജക്റ്റ്. ഒരാളെ നമ്മൾ മിസ് ചെയ്യുന്നത് പല കാര്യങ്ങളിലാണ്. അപ്പം അതിനുശേഷം നമ്മൾ അടുത്ത പരിപാടിക്ക് പോകാൻ വേണ്ടി ഷർട്ട് റെഡിയാക്കി കൈമടക്കാൻ അവനില്ല. അതാണ് നമുക്ക് പലതരത്തിലുള്ള ഒരു മനുഷ്യൻ്റെ നമ്മോടൊപ്പം നിൽക്കുന്ന ഒരാളുടെ അഭാവം സൃഷ്ടിക്കുന്ന അതെന്താണ് എന്ന് പറഞ്ഞു തരണമെങ്കിൽ അത് ഒറ്റ വാക്കിൽ എക്സ്പ്ലെയിൻ ചെയ്യാൻ പറ്റില്ല. ഈവൺ നമുക്ക് ഷർട്ടിൻ്റെ കൈ മടക്കാൻ പോലും അവനില്ല. ഒന്ന് ആലോചിച്ച് നോക്കുക. കാരണം അയാൾ കൈ മടക്കിയ ഷർട്ട് മാത്രമേ ഞാൻ ഇട്ടിട്ടുള്ളൂ, എല്ലാ ഷർട്ടിനും അവനാ കൈ മടക്കി തരാം. അപ്പം അതൊരു വല്ലാത്ത ഒരു എന്താ പറയുക, ഒരു വേർപിരിയലും ഒരു സംഗതി. പിന്നെ അതിനോട് പൊരുത്തപ്പെടാൻ കുറേ നാളെടുത്തു. അപ്പോഴേക്കും പിന്നെ സ്വാഭാവികമായിട്ടും അന്നും ഇന്നും കേട്ടോ, അതാണ് ഈ നിങ്ങൾ ഈ കണ്ട് ഇൻ്റർവ്യൂ എന്ന് പറയുന്നത്. അന്ന് തൊട്ട് പിന്നീട് എൻ്റെ മകൻ കൈമടക്കി തന്നിട്ടുണ്ട്. പിന്നെ മകൻ മീൻസ് പഠിക്കാൻ പോയി, അവരുടെ ഒരു അഭാവത്തിൽ ഭാര്യയെ കൊണ്ട് കൈമടക്കി. ഇപ്പോഴും എൻ്റെ ഷർട്ട് ഇടണമെങ്കിൽ കൈമടക്കാൻ ഒരാളുടെ പരസഹായം വേണം. മറ്റൊരാളെ കൊണ്ട് മടക്കിപ്പിച്ചിട്ടാണ് ഷർട്ട് ഇങ്ങനെ എനിക്ക് ഇടാൻ പറ്റുക. അപ്പോൾ അതൊരു കൃത്യമായൊരു സംഗതിയാണ് നിങ്ങൾ പോയിൻ്റ് ഔട്ട് ചെയ്തത്. അതൊരു ഷർട്ടിൻ്റെ കൈ മടക്കൽ എന്ന് പറയുന്ന ഒരു നിസ്സാര സംഭവമാണെങ്കിലും അതിനെൻ്റെ ജീവിതത്തിൽ അതിൻ്റേതായ ഒരു വല്ലാത്തൊരു എന്താ പറയുക, ഒരു ഓർമ്മയും സ്ഥാനവും ഉണ്ട്. ഒരു കഥ തന്നെയാണ് അത് ശരിക്കും പറഞ്ഞാൽ. അതൊരു മറക്കാനാവാത്തൊരു യൂണിവേഴ്സ് നമ്മളെ എങ്ങനെ കണക്ട് ചെയ്യുന്നു, ആരുമായിട്ട് കണക്ട് ചെയ്യുന്നു എന്നുള്ളതിൽ അവിടെ സംഭവിക്കുന്ന ഒരു ഡിസ്കഷൻ നടക്കുന്നത് ഭാര്യയെ കൊണ്ട് കൈ മടക്കിക്കുന്നു എന്ന കർമ്മത്തിനെ ബേസ് ചെയ്തിട്ടാണ്. പക്ഷെ കൈ മടക്കുന്നതിൻ്റെ പിറകിൽ ഇത്രയും ഒരു ഡെപ്തുള്ള ഒരു സ്റ്റോറി ഉണ്ട്, ഒരു റിലേഷൻ ഉണ്ട്. എവിടുന്നോ ഒരു പയ്യൻ വരുന്നു, ആ പയ്യൻ താങ്കളുടെ കൂടെ കൂടുന്നു, താങ്കളുടെ എല്ലാമായി മാറുന്നു. അകാലത്തിൽ അവൻ ഒരു ഓർമ്മയ്ക്ക് ഒരു സിഗ്നേച്ചർ ഇട്ടിട്ട് പോയത്. തീർച്ചയായിട്ടും അല്ലേ? അബ്സല്യൂട്ട്ലി. അങ്ങനെയാണ് അതിനെ പറഞ്ഞ് അവസാനിപ്പിക്കേണ്ടത്. അത് ശരിക്കും അവൻ്റെ ഒരു സിഗ്നേച്ചറാണിത്. ഞാൻ ഇങ്ങനെ കൈ മടക്കി തുടങ്ങിയത് ശരിക്കും അവനിലൂടെയാണ്. അതിപ്പോഴും അങ്ങനെ തന്നെ തുടരുന്നു. അതാണ് അത് കറക്റ്റാണ്. ഇറ്റ്സ് ലൈക്ക് എ സിഗ്നേച്ചർ. തീർച്ചയായിട്ടും അത് വല്ലാത്തൊരു എന്താ പറയുക, അത് എന്താ പറയുക, ഒരു ഇമോഷണലാണ് ശരിക്കും. ഇപ്പോഴും എന്താ പറയുക, അത്
ഞാനിപ്പം എന്താ പറയുക, ഞാൻ സഞ്ചരിക്കുമ്പോഴും ഞാനിപ്പോഴും ഓരോ നിമിഷം ജീവിക്കുമ്പോഴും ഈ പറഞ്ഞില്ലേ കേൾക്കുന്നുണ്ടെന്ന് പറഞ്ഞില്ലേ, ഇതൊക്കെ അവൻ കേൾക്കുന്നുണ്ടെന്നാണ് എൻ്റെ വിശ്വാസം. മനസ്സിലായി അവനിതൊക്കെ, കാരണം ഇത്തരം കാര്യങ്ങളിൽ അവൻ ഭയങ്കര മെറ്റിക്കുലസ് ആയിരുന്നു. ഇതൊക്കെ പെർഫെക്റ്റായിട്ട് ചെയ്ത് നോക്കണം. സ്വാഭാവികമായിട്ടും അവനില്ലെങ്കിലും അവൻ കേൾക്കുന്നുണ്ട്. എടാ ഞാനിപ്പോഴും ഇങ്ങനെയൊക്കെ തന്നെയാടാ, മനസ്സിലായില്ലേ, അല്ല കറക്റ്റായിട്ടൊക്കെ കൈമടക്കി വെക്കുന്നുണ്ടാന്ന് അവനോട് അവൻ കേൾക്കുന്നുണ്ടോ? എനിക്ക് ഭയങ്കര ടച്ച് ചെയ്തൊരു സ്റ്റേറ്റ്മെൻ്റ് ആയിരുന്നു. ഓക്കെ, ലെറ്റ്സ് കം ഔട്ട് ഓഫ് ഇറ്റ്. ഒരു റാപ്പിഡ് ഫയർ ക്വസ്റ്റ്യൻ ആണ്, ക്വിക്ക് ആൻസേഴ്സ് ആൻഡ് നോ തിങ്കിങ്. റൈറ്റ്? ഫേവറേറ്റ് സ്പോർട്സ് മൊമെൻറ്റ് ഓഫ് ഓൾ ടൈം? വേൾഡ് കപ്പ് കമൻട്രി. One commentator you admire? പീറ്റർ ഡ്യൂറി. Stadium or studio? സ്റ്റേഡിയം. Stadium. Silence or scream? സൈലൻസ്. Silence. One word you overuse on air? അബ്സല്യൂട്ട്ലി. Advice to your young commentators? Know the game, hold your emotions, deliver on time. Thank you so much. That was really interesting. ഒരുപാട് സന്തോഷം. എനിക്ക് ചോദിക്കാനുള്ള ഇപ്പോൾ കോളേജ് ലൈഫ് എല്ലാം വരുന്നു, ഒരു സ്റ്റാറാണ്, സ്റ്റേജിൽ കയറുക എന്ന് പറയുന്നത് അന്നൊരു സ്റ്റാർ തന്നെയാണ്. അപ്പോൾ ഈ അഡ്മിറേഷനിൽ ഈ പ്രണയകാലങ്ങളൊക്കെ എങ്ങനെയായിരുന്നു? ആ കാര്യത്തിൽ മാത്രമാണ് ഒരു തികഞ്ഞ പരാജയമായിരുന്നു. സത്യം. ശരിക്കും പറഞ്ഞാൽ സീരിയസ് ആയിട്ട്, വളരെ സീരിയസ് ആയിട്ട് ഞാൻ ഒരാളെ മാത്രമേ പ്രണയിച്ചിട്ടുള്ളൂ, അതെൻ്റെ ഭാര്യയാണ്. അവരെ വിവാഹവും ചെയ്തു, ഇപ്പോഴും പ്രണയം തുടരുന്നു, ജീവിക്കുന്നു. അപ്പോൾ അത് പ്രണയ വിവാഹമായിരുന്നു? തീർച്ചയായിട്ടും 100%. അതെങ്ങനെയായിരുന്നു കോളേജ് ലൈഫ്? കോളേജല്ല, ഭാര്യയെ കാണുന്നത് ഔദ്യോഗിക ജീവിതത്തിനിടയിലാണ്. അങ്ങനെയാണ്. കോളേജ് ലൈഫിൽ താങ്കൾക്ക് പ്രണയം ഇല്ലായിരുന്നു? പ്രണയം, മറ്റുള്ളവരോട് പ്രണയം ഉണ്ടായിരുന്നു, അവർക്ക് എന്നോട് പ്രണയം ഉണ്ടായിരുന്നോ എന്ന് എനിക്കറിയില്ല. പക്ഷെ എനിക്ക് സീരിയസ് ഒരു പ്രണയം ഇല്ലായിരുന്നു. അത്രയും ഞാൻ പറയുന്നത് ഒരു ഒട്ടും റൊമാൻറ്റിക് അല്ലാത്തൊരു മനുഷ്യനാണ്. അതിന്റെ മൈക്കെടുത്ത് ഇത്രയും സ്റ്റേജിൽ നിന്ന് സംസാരിക്കുന്ന ഗർജിക്കുന്ന സിംഹമേ ഒരു പെണ്ണിൻ്റെ അടുത്ത് നിന്നിട്ട് എനിക്കിഷ്ടമാണ്. എൻ്റെ കൂടെ സ്കൂളിലും കോളേജിലും പഠിച്ച ആൾക്കാരൊക്കെ നമ്മുടെ ഷോ കാണും, നമ്മുടെ ഈ ചാനൽ കാണും. നിങ്ങൾക്ക് ആർക്കെങ്കിലൊക്കെ എന്നോട് പ്രണയം ഉണ്ടായിരുന്നോ? താങ്കൾക്ക് തോന്നിയിട്ട് പറയാതെ വിട്ടത് കാണുമല്ലോ ഇഷ്ടം പോലെ. മുട്ടിടിച്ചിട്ട് അടിയിട്ടോ, അത് ആ സമയം അങ്ങനത്തെ കുറെ മെന്റൽ ബ്ലോക്ക് മൂലം നടക്കാതെ പോയ പ്രണയങ്ങൾ ഇഷ്ടം പോലെ ഉണ്ട്. ഉറപ്പായിട്ടും അന്ന് പാട്ടുകാരന്മാരും മിമിക്രിക്കാരന്മാരും ഡാൻസുകാരന്മാരെല്ലാം സ്റ്റാർ ചെയ്യുന്ന സമയത്താണല്ലോ ഗർജിക്കുന്ന സിംഹം സ്റ്റേജിൽ നിന്ന് ഗർജിച്ചു. ഇതാണ് പ്രശ്നം. രണ്ടും രണ്ടായിട്ട് കാണുന്നത്. ചില കാര്യങ്ങൾ നിങ്ങൾക്ക് ഇപ്പോഴും എന്നെ എന്താ പറയുക, ഒരു 1,00,000 പേര് നിൽക്കുന്ന ഒരു സദസ്സിൻ്റെ മുന്നിലേക്ക് മൈക്കെടുത്ത് പോകാൻ പറഞ്ഞാൽ ഞാൻ ഇപ്പോഴും പോകും. അവരെയൊക്കെ ഡീൽ ചെയ്യാനൊക്കെ എനിക്ക് പറ്റും. പക്ഷേ ചിലപ്പോൾ നിങ്ങളൊരു സ്ത്രീയോട് കുറച്ചൊന്ന് അഭിനയിച്ച് ശൃംഗാരം സംസാരിക്കാൻ പറഞ്ഞാൽ ചിലപ്പോൾ എനിക്കത് വരില്ല. ആരെങ്കിലും ഇപ്പം വന്നിട്ട് നമുക്ക് പിച്ച് ചെയ്തിട്ട് മനസ്സിലാവാതെ പോയിട്ടുണ്ടോ? ഉണ്ടാവാം. കാരണം ആ ഒരു മേഖലയിൽ ഒരല്പം നിരക്ഷരനായിരുന്നു. അത് കറക്റ്റാ. ജാമ്യം എടുത്തു. അപ്പോൾ ഈ വൈഫിനെ എവിടെ വെച്ചാൽ കണ്ടത്? വൈഫ് മാതൃഭൂമിയാണ്. മാതൃഭൂമിയിൽ ഞാൻ മാതൃഭൂമിയിൽ ജോലി ചെയ്യുന്ന സമയത്ത് ഞാൻ മാതൃഭൂമിയുടെ റിപ്പോർട്ടറായിരുന്നു. ആ സമയത്ത് അവിടെ ന്യൂസ് ബ്യൂറോയിൽ ഇൻറ്റേൺഷിപ്പിന് വരുന്നതാണ് എൻ്റെ ഭാര്യ. അങ്ങനെ ഇൻറ്റേൺഷിപ്പിന് വരുന്ന സമയത്താണ് ഞങ്ങൾ തമ്മിൽ കാണുകയും അത് പത്രപ്രവർത്തന കാലത്തെ പരിചയമാണ്. പിന്നീട് പ്രണയമായും വിവാഹമായും ദാമ്പത്യമായും ഒക്കെ വളർന്ന് വികസിച്ചു. അപ്പോഴെങ്കിലും പിച്ച് ചെയ്തത്? അത് കുടുങ്ങി. അതാണ്. ഇതിലും അങ്ങനെ ഒരു പിച്ചിങ് ഇല്ല. ഇതൊരു എന്താ പറയാ, നാച്ചുറലി സ്വാഭാവികമായൊരു പരിണാമം എന്ന് വേണേൽ പറയാം. പിച്ചിങ് ഇല്ല. ഞാൻ ഇതേവരെ അങ്ങോട്ടും ഇങ്ങോട്ടും നിന്നെ എനിക്ക് ഇഷ്ടമാണ് പ്രിയതമേ, ഓമനെ, അങ്ങനെയൊന്നും പറഞ്ഞിട്ടില്ല. അത് സ്വാഭാവികമായി സംഭവിച്ചു പോയൊരു പ്രണയമാണ്. അതായത് ഇപ്പോൾ ഇഷ്ടപ്പെടുന്നു വീട്ടിലൊക്കെ പറയണമല്ലോ, അതെങ്ങനെ സംഭവിച്ചു? വീട്ടിൽ സ്വാഭാവികമായിട്ടും പിന്നെ പ്രണയം കടുത്തു കഴിഞ്ഞപ്പോൾ പിന്നെ വിവാഹം കഴിക്കാൻ വേണ്ടി വീട്ടിൽ പറയണമല്ലോ. സ്വാഭാവികമായിട്ടും ഞാൻ എൻ്റെ വീട്ടിൽ പറയുന്നു, അവരവരുടെ വീട്ടിൽ പറയും. ഒരു ഐ ലവ് യു പറയാത്ത പ്രണയമാണ്. തീർച്ചയായിട്ടും 100% ഐ ലവ് യു പറയാത്ത പ്രണയം. ഐ ലവ് യു ഇപ്പോഴും പറഞ്ഞിട്ടില്ല. ജനിച്ചത് ഈ പറഞ്ഞ വിചിത്ര ജീവിയാണ്. അതെൻ്റെ ഭാര്യയാണ്. അത് പറയണേ. അത് എന്തോ ഒരു അസ്വാഭാവികമായ ഒന്നാണ് ആ സംഭവിച്ചത്. അത് ഉറപ്പാണ്. അപ്പോൾ ഈ പറയുന്ന ചേച്ചി എങ്ങനെ മനസ്സിലാക്കി താങ്കൾക്ക് ലവ്? അതെനിക്കുമ്പോൾ മനസ്സിലാവത്തില്ല. എങ്ങനെയാണ് ഇവർ മനസ്സിലാക്കിയത്? അതൊരു വല്ലാത്ത അതാണ് രഹസ്യമാണത്. അവരും പറഞ്ഞിരിക്കുകയാണ്, ഇത് എങ്ങനെയാണ് ഇത് മനസ്സിലാക്കിയെന്ന് പിടുത്തം കിട്ടണമല്ലോ. അങ്ങനെ ഒരു ഡയലോഗേ പറഞ്ഞിട്ടില്ല. നോക്കൂ, വീട്ടിൽ പറയണ്ടേ? അങ്ങനെയൊന്നും പറഞ്ഞിട്ടൊന്നുമില്ല. ഞാൻ അവതരിപ്പിക്കാം. അപ്പോൾ വീട്ടിലിപ്പോൾ താങ്കളെന്ന് പറഞ്ഞപ്പം ഇനി ഒരു പെൺകുട്ടിയുണ്ട്, അങ്ങനെ അത് വീട്ടിലെങ്ങനെ താങ്കൾ? അത് നമ്മൾ ചില കാര്യങ്ങളിൽ മറ്റേ കമൻട്രി പോലെ തന്നെയാണ്. സ്ട്രൈറ്റ് അവേ അടിച്ച തകർക്ക്. ഞാനൊരു പെൺകുട്ടിയാണ്, അവരുടെ പരിചയത്തിലാണ്, നമുക്ക് കല്യാണം കഴിക്കണം.
ആണ് സിമ്പിൾ. ഇവിടെ നിന്ന് കുറച്ച് ആൾക്കാർ ഇപ്പം മുതിർന്ന ആളുകളൊക്കെ പോകണം, പോയി തമ്മിൽ കണ്ട് സംസാരിച്ച് സെറ്റാക്കണം. വേറെ അഭിപ്രായങ്ങളൊന്നുമില്ല. വേറെ അഭിപ്രായങ്ങളൊന്നുമില്ല. ജോലിയുണ്ട്, സ്വന്തം കാര്യം. സ്ട്രൈറ്റ് ജോലി സംബന്ധമായി ഫസ്റ്റ് ജോബ് എന്ന് പറയുന്നത് ഈ മീഡിയ ആണ്. ആദ്യം കുറച്ച് നാൾ അന്ന് സദ്വാർത്ത എന്ന് പറഞ്ഞൊരു പത്രം ഉണ്ടായിരുന്നു, അവിടെ ഇന്റേൺഷിപ്പ് ചെയ്തു. അതിനുശേഷം മാതൃഭൂമിയിലേക്ക് വരുന്നു. പിന്നെ മാതൃഭൂമിയിലാണ് ദീർഘകാലം, ഏതാണ്ട് 20 വർഷത്തിലേറെ കാലം ഞാൻ മാതൃഭൂമിയിൽ ഒറ്റ പത്രത്തിലാണ് ജോലി ചെയ്തത്. അവിടുന്ന് എങ്ങനെയാണ് ഈ മൈക്കിന്റെ പിറകിലോട്ട് വന്നത്? 2014 അപ്പോഴേക്കും ഞാൻ മാതൃഭൂമി തന്നെ ഞാൻ കോയമ്പത്തൂർ ബ്യൂറോയിലേക്ക് സ്ഥലം മാറ്റപ്പെടുന്നു. അപ്പോൾ ഞാൻ എൻ്റെ സ്ഥലത്ത് നിന്ന് കോയമ്പത്തൂരേക്ക് പോയി. അപ്പോൾ മറ്റൊരു സ്ഥലത്ത് ജോലി ചെയ്യേണ്ടി വരുന്ന ആ ഒരു ആ സമയത്തുള്ള ഒരു ചില മാനസിക ബുദ്ധിമുട്ടുകളൊക്കെ ഉണ്ടല്ലോ. അപ്പോൾ ആ സമയത്താണ് പുതിയൊരു സംരംഭം ISL ഫുട്ബോളിന് സ്റ്റാർട്ട് ചെയ്യുന്നത്. അപ്പോൾ ആ സമയത്ത് അതിന് മുമ്പ് തന്നെ ഈ സെലിബ്രിറ്റി ക്രിക്കറ്റ് ലീഗിന് കമൻട്രി പറഞ്ഞിട്ടുണ്ട്. പിന്നെ ഈ ഫുട്ബോൾ അസോസിയേഷനെയും ക്രിക്കറ്റ് അസോസിയേഷനെയും ഇഷ്ടം പോലെ പരിപാടിക്ക് സ്റ്റേജ് ആങ്കറിങ് പരിപാടി, MC, സ്റ്റേജ് ആങ്കറിങ്ങും കമന്ററിയും അല്ല മൈക്കിന്റെ മുമ്പിലുള്ള സംഗതി. അപ്പോൾ അത് CCL ആണ് ഫസ്റ്റ്. അത് തമാശക്ക് പറഞ്ഞു തുടങ്ങിയതാ. ഒരാൾ വന്ന് വിളിക്കുന്നു, CCL കമന്ററി പറയുന്നു. അപ്പോൾ അതങ്ങനെ പറയുന്നു. CCL കമന്ററി പറഞ്ഞ പരിചയമാണ്. CCL കമന്ററിയിൽ എങ്ങനെ ആരാ കൊണ്ടുപോകുന്നത്? ക്രിക്കറ്റ് അസോസിയേഷനാണ്. ഇങ്ങനെ ഷൈജു ദാമോദരൻ ആണ്. ഞാൻ ക്രിക്കറ്റ് അസോസിയേഷൻ എല്ലാ പരിപാടിക്കും ആ കാലത്ത് മൈക്ക് എൻ്റെ കയ്യിലാണ്. അപ്പോൾ അങ്ങനെ കമൻട്രി അന്ന് അങ്ങനെയാണ്. പ്രത്യേകിച്ച് ഇതിനൊരു സാങ്കേതികത്വമൊന്നും ഇല്ലല്ലോ, മൂപ്പര് പറയും. അപ്പം അങ്ങനെ കിട്ടിയ അവസരമാണ് ശരിക്കും CCL കമൻട്രിയിലേക്ക് വരുന്നത്. CCL കമൻട്രിയിൽ പറഞ്ഞ ആ ഒരു റെഫറൻസാണ് ISL തുടങ്ങിയപ്പോൾ. അതിനു മുമ്പ് ആകപ്പാടെ ആ കാലഘട്ടത്തിൽ ഈ 2000-ന് ശേഷം മലയാളത്തിൽ ടെലിവിഷനിൽ ഒരു സംഗതി വിത്ത് മലയാളം കമൻട്രി കാണിക്കുന്നത് അന്ന് CCL ആയിരുന്നു, 2010 കാലഘട്ടത്തിൽ. അപ്പോൾ ആ ഒരു റെഫറൻസാണ് ISL എടുത്തത്. ഇപ്പം നിലവിലിപ്പോൾ ഇതേ ഉള്ളൂ. അപ്പോൾ ആ റെഫറൻസ് എടുത്തപ്പോൾ ഇങ്ങനെ കുറേ അങ്ങനെ ഓഡീഷൻ അതിന് ചെല്ലുന്നു. ഫുട്ബോൾ കമൻട്രി പിന്നെ ബോംബെയിലെ ഓഡീഷനൊക്കെ പോയി. ആ ബോംബെയിലെ ഓഡീഷൻ പൂർത്തിയാക്കി. നേരത്തെ പറഞ്ഞ പോലെ ലക്ക്, ബ്ലെസ്സിങ്, വാട്ട് എവർ ഇറ്റ് മേ ബി. അല്ലാണ്ട് ഇതൊന്നും നമ്മുടെ കഴിവോ ഞാൻ ഇപ്പോഴും വിശ്വസിക്കുന്നില്ല. അല്ല, ഈ മലയാളത്തിൽ ഇപ്പോൾ സിനിമകൾ ഇറങ്ങിയാൽ പോലും, അന്യഭാഷാ സിനിമകൾ വന്നാൽ പോലും നമുക്ക് അത് തമിഴിൽ കാണാനാണ് ഇഷ്ടം. കാരണം മലയാളത്തിൽ ഡബ് ചെയ്ത് കേൾക്കുമ്പോൾ കുറച്ച് നാടകീയത തോന്നാറുണ്ട്. എൻ്റെ ഒരു അനുഭവം. ബാഹുബലി ആണെങ്കിലും അത് തെലുങ്കിൽ ഡബ് ചെയ്ത് വന്നാൽ എനിക്ക് തമിഴിൽ കേൾക്കാനും കാണാനുമാണ് എനിക്കിഷ്ടം. അപ്പോൾ ഈ മലയാള കമൻട്രി പറഞ്ഞാൽ ഇത് ജനങ്ങൾ എടുക്കും. ഈ മലയാള കമൻട്രിയും മലയാളികളും അവരുടെ ഇമോഷൻസുമായിട്ടൊക്കെ എന്താണ് താങ്കളുടെ ഒരു ഫീല്? ഒരു പത്രപ്രവർത്തകൻ എന്ന നിലയിൽ ഒരു 2 ദശാബ്ദത്തിലേറെ കാലം ജോലി ചെയ്യുമ്പോൾ കിട്ടുന്നൊരു പരിചയമുണ്ട്. എങ്ങനെയാണ് ഒരു വിഷയത്തെ കൈകാര്യം ചെയ്യേണ്ടത്. അതൊരു പുതിയ സംരംഭമാണെങ്കിലും അതിനെ ഏത് പിച്ചിൽ നമുക്ക് പിടിക്കണം, അല്ലെങ്കിൽ എവിടെയാണ് ഇതിൻ്റെ പൾസിരിക്കുന്നത്, അത് സ്വാഭാവികമായിട്ട് അറിയാനുള്ളൊരു ശ്രമം നമ്മുടെ ഭാഗത്തുനിന്നുണ്ടായിരുന്നു. പിന്നെ ഈ പറയുന്നത് വളരെ കറക്റ്റാണ്. മലയാളിക്ക് എന്ത് കാര്യവും അംഗീകരിക്കാൻ വലിയ ബുദ്ധിമുട്ടാണ്. ആദ്യകാലത്ത് ഇപ്പോൾ നിങ്ങൾ ആദ്യം തന്നെ ഇപ്പം എൻ്റെ അടുത്ത് നേരത്തെ ചോദിച്ചില്ലേ ട്രോളന്മാരുടെ കാര്യം, എന്തെല്ലാം നെഗറ്റീവ് കമൻ്റ് ആയിരുന്നു ആദ്യ കാലഘട്ടത്തിൽ. ഇതെന്താണ് എനിക്ക് പറയുന്നത്? കാരണം മലയാളിക്ക് ശീലിച്ചതേ പാലിക്കൂ. ഒരു പുതിയ സംഗതിയെ ഉൾക്കൊള്ളാനും ഒരു പുതിയ സംഗതിയെ നല്ലതാണെന്ന് പറയാനും അംഗീകരിക്കാനും സമയമെടുക്കും. പക്ഷെ വൺസ് അംഗീകരിച്ചാൽ നേരെ മേലേക്ക് കയറ്റുകയും ചെയ്യും. അതിൻ്റെ ഏറ്റവും വലിയ ഉദാഹരണമാണ് ഈ ISL ടെലികാസ്റ്റ്. കാരണം ആദ്യ കാലഘട്ടത്തിൽ എന്താണിത് മലയാളം കമൻട്രി, എന്താണ് ഈ പറയുന്നത്, ഇതൊന്നും ഒന്ന് കളിയുടെ രസം കളയുന്നു, കളിയുടെ ആത്മാവ് ഓർത്തിക്കളയുന്നു, ഇത് ഭയങ്കര ബോറാണ് എന്ന് പറഞ്ഞ് മെല്ലെ 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 കേട്ട് ഇഷ്ടപ്പെട്ടു തുടങ്ങി ഒടുവിൽ അവർക്കത് പറ്റാതെ, അതില്ലാണ്ട് പറ്റാതെയായി. മനസ്സിലായില്ല? അപ്പോൾ അതിനെയാണ് അത് നേരത്തെ പറഞ്ഞതുപോലെ ഇറ്റ്സ് കൈൻഡ് ഓഫ് എ ബ്ലെസ്സിങ്. നമ്മൾ കമ്മിറ്റ്മെൻറ്റോടുകൂടി നമ്മൾ വളരെ സിൻസിയർ ആയി നമ്മളെ ഏൽപ്പിച്ച സംഗതി കൃത്യമായ ഒരു പാറ്റേണിൽ, കൃത്യമായ ഒരു മീറ്ററിൽ അത് ചെയ്തുകൊണ്ടേയിരുന്നു. ഒടുവിൽ അവരത് ഇഷ്ടപ്പെടുകയാണ്. ഇത് കൊള്ളാം. പിന്നെ എന്ത് കാര്യത്തിനും ഞാൻ പറയാറുള്ളൊരു സംഗതി എന്താ അറിയാം, ഇപ്പോൾ ഞാനതിപ്പോൾ മിക്കവരോടും ഞാൻ പറയാറുണ്ട്, അത് നമ്മുടെ പ്രേക്ഷകരോട് ഞാൻ പറയാൻ ആഗ്രഹിക്കുന്നു. നിങ്ങൾ ഒരു കളിയുടെ, അത് പന്ത് കളി ആയിക്കോട്ടെ, ക്രിക്കറ്റ് ആയിക്കോട്ടെ, ഫുട്ബോൾ ആയിക്കോട്ടെ, ക്രിക്കറ്റ് ആയിക്കോട്ടെ, അതിൻ്റെ മലയാളം കമൻട്രി ടെലിവിഷനിൽ കാണാൻ വേണ്ടി നിങ്ങൾ ആഗ്രഹിക്കുകയും മലയാളം കമൻട്രിയോടുകൂടി അത് കളി കാണണം എന്ന് പറഞ്ഞ് നിങ്ങൾ ആ റിമോട്ടിൽ ഞെക്കുമ്പോൾ വാസ്തവത്തിൽ നിങ്ങൾ ഞെക്കുന്നതും നിങ്ങൾ താല്പര്യപ്പെടുന്നതും നിങ്ങൾ സപ്പോർട്ട് ചെയ്യുന്നതും വാസ്തവത്തിൽ എന്തിനെയാണ്? ആ കളിയേക്കാളുപരി, അത് പറയുന്ന ആളേക്കാളുപരി, അത് കാണിക്കുന്ന ചാനലിനേക്കാളുപരി, ഇതൊക്കെ ഉണ്ട്. അതിനേക്കാളുപരി എന്തിനെയാണ് നിങ്ങൾ സപ്പോർട്ട് ചെയ്യുന്നത്? നമ്മളുടെ ലാംഗ്വേജ്. അബ്സല്യൂട്ട്ലി. നിങ്ങളുടെ മാതൃഭാഷയിൽ ഞാനും ഷെഫ് നളനും സംസാരിക്കുന്നത് മലയാളത്തിലാണ്. മലയാളമാണ് നമ്മുടെ മണ്ണ്, മലയാളമാണ് നമ്മുടെ ആത്മാവ്. ഐക്യരാഷ്ട്രസഭയിൽ പോയാലും അവിടെ മലയാളത്തിൽ സംസാരിക്കണം. കാരണം എൻ്റെ ഭാഷയാണ് എന്നെ ഞാനാക്കിയത്. എന്നെ എക്സ്പ്രസ് ചെയ്യാൻ
എൻ്റെ ഭാഷയേക്കാൾ വലിയൊരു മാധ്യമം എനിക്കില്ല എന്നെ എക്സ്പ്രസ് ചെയ്യാൻ. അപ്പോൾ നിങ്ങൾ ഓരോരുത്തരും, ഞാൻ എപ്പോഴും പറയും, നിങ്ങൾ കേൾക്കുന്നത് ഷൈജു ദാമോദരനെ അല്ല, നിങ്ങൾ നിങ്ങളെ തന്നെയല്ലേ കേൾക്കുന്നത്. നിങ്ങളുടെ ഭാഷ നിങ്ങളെ തന്നെയാണ് കേൾക്കുന്നത്. നിങ്ങൾ നോക്കുക, വേറെ ഇന്ത്യയിലെ ഏതൊരു പ്രദേശത്ത് പോയിക്കോളൂ, തമിഴ്, തെലുങ്ക്, കന്നഡ, മറാഠി, പഞ്ചാബി, ബംഗാളി, ഇവിടെയൊക്കെ യാത്ര ചെയ്യുന്ന ആൾക്കാരല്ലേ നിങ്ങൾ. അവരുടെ നാടിനോടും അവരുടെ ഭാഷയോടും അവരുടെ സംസ്കാരത്തോടും അവരുടെ കൾച്ചറിനോടും അവരൊരു ഇന്റിമസി ശ്രദ്ധിച്ചിട്ടുണ്ട്. ഇന്റിമസി അത് ഞാൻ ശ്രദ്ധിച്ചിട്ടുണ്ട്. എന്താണ് മലയാളിക്ക് ഇന്റിമസി ഇല്ലാത്തത്? എന്തുകൊണ്ടാണ് മലയാളിക്ക് ഇന്റിമസി കാണിക്കാൻ പറ്റാത്തത്? കാണിക്കണ്ടേ? ഈ വൈകിയ വേളയിലെങ്കിലും, ഈ 21-ാം നൂറ്റാണ്ടിലെങ്കിലും മലയാളി അത് കാണിക്കണ്ടേ? ഒരുമിച്ച് നിൽക്കണം മലയാളി. എവിടെ പോയാലും കഞ്ഞിയും പയറുമാടാ മലയാളി, കപ്പയും പുഴുക്കുമാടാ മലയാളി എന്ന് പറയണ്ടേ മലയാളിക്ക്? കാരണം അതാണ് അത് പറയാൻ എന്തിനാണ് മടിക്കുന്നത്? എനിക്ക് തോന്നുന്നു നമ്മുടെ പരിപാടി നമ്മൾ പ്രൊമോട്ട് ചെയ്യേണ്ടതും നമ്മുടെ ഭാഷയുടെ സംഗതിയാണ്, നമ്മുടെ സംസ്കാരത്തിൽ നമ്മുടെ സംഗതിയാണ്. ഇനി ഞാൻ ചോദിക്കാനുള്ളത്, എൻ്റെ ഒരു കാഴ്ചപ്പാട് വെച്ചിട്ട് ഞാൻ ട്രാവൽ ചെയ്ത് വന്ന വിദേശങ്ങളിൽ നിന്നെല്ലാം വരുമ്പോൾ നമ്മളെ ആഹാരത്തിൻ്റെ ഒരു ചൈതന്യം ഇല്ലേ, നമ്മളെ പ്ലേറ്റിൻ്റെ ചൈതന്യം മലയാളത്തിൽ നിന്നും നഷ്ടപ്പെട്ടു പോയതുകൊണ്ടായിരിക്കുമോ ഇങ്ങനെയൊക്കെയുള്ള ചിന്ത? ബിക്കോസ് വാട്ട് യു ഈറ്റ് ഇസ് വാട്ട് യു ആർ എന്നല്ലേ? അബ്സല്യൂട്ട്ലി അല്ലേ? അബ്സല്യൂട്ട്ലി. അപ്പോൾ അവിടെ നിന്നല്ലേ നമ്മളുടെ കൾച്ചർ. ഇപ്പോൾ വഴി നിങ്ങളെ നോക്കിക്കഴിഞ്ഞാൽ മൊത്തം കുഴിമന്തിയും ഷവായും ഷവർമയൊക്കെയാണ്. കേരള റെസ്റ്റോറൻറ്റ് ഇല്ലേ, കേരളീയൻ റെസ്റ്റോറൻറ്റ് എന്ന് പറഞ്ഞാൽ ഒരു ഓടിട്ട വീടോ, ഒരു ചേച്ചിയുടെ വീടോ, ഇല്ലേ ശശിയണ്ണൻ്റെയോ ചെല്ലപ്പൻ്റെയോ ബാബു ചേട്ടൻ്റെയോ സാബു ചേട്ടൻ്റെയോ ഒക്കെ കട എന്ന് മാത്രം ലിമിറ്റ് ചെയ്യുന്നത്. അങ്ങനെയാണെങ്കിൽ ഇപ്പോൾ KTDC ആണ് ഇവിടെ ഫസ്റ്റ് ആൻഡ് ഫോർമോസ്റ്റ് ആയിട്ട് ടൂറിസത്തിൽ ലൈറ്റ്. നമ്മളെല്ലാം ആദ്യം അവിടെ വേണം ബുക്ക് ചെയ്യാൻ, എന്നിട്ട് വേണം വേറെ ഏതെങ്കിലും ഒരു ഹോട്ടലിൽ തന്നെ നമുക്ക് ചൂസ് ചെയ്യാനായിട്ട്. അപ്പം ഷൈജേട്ടൻ ഇപ്പോൾ ഈ മലയാളീകരിച്ച് സംസാരിച്ചുകൊണ്ട് ചോദിക്കുക എന്തായിരിക്കണം, അപ്പോൾ ഫുഡിൽ നിന്ന് തുടങ്ങണ്ടേ? തീർച്ചയായിട്ടും. അപ്പം എനിക്ക് തോന്നുന്നു ഈ വിഷയം കുറച്ച് എന്താ പറയുക ഇൻഡെപ്തായിട്ട് ചർച്ച ചെയ്യേണ്ടത് എനിക്ക് താല്പര്യമുള്ള വിഷയമാണ് ചർച്ച ചെയ്യാൻ. കാരണം നിങ്ങൾ നേരത്തെ ഈ ഭക്ഷണം വിതരണ ആപ്പുകളുടെ കാര്യം പറഞ്ഞു. ഒരു 10 വർഷം മുന്നേ നമ്മുടെ റോട്ടിൽ ഈ വണ്ടികൾ വല്ലതും കണ്ടിരുന്നു? ഇപ്പോൾ റോട്ടിലേക്ക് ഇറങ്ങിയ എപ്പോൾ നിങ്ങൾ റോട്ടിലേക്ക് ഇറങ്ങിയാലും ഒരു 10-50 വണ്ടി നമ്മുടെ മുന്നിൽ കൂടെ തലങ്കം വിലങ്കം പായും. ഇങ്ങനെ കാലം മാറുന്നതനുസരിച്ച് മനുഷ്യൻ മാറണം, അതിലൊന്നും തെറ്റൊന്നുമില്ല. പക്ഷെ അനാവശ്യമായി മനുഷ്യൻ്റെ വേരുകൾ ഉപേക്ഷിച്ചുകൊണ്ട്, മനുഷ്യൻ്റെ അടിസ്ഥാന സങ്കല്പങ്ങളെ നിരാകരിച്ചുകൊണ്ടുള്ള മുന്നോട്ടുള്ള യാത്രയ്ക്ക് എനിക്ക് എതിരാണ്. കാരണം എന്തുകൊണ്ടാണ് ഈ ഭക്ഷണ വിതരണ ആപ്പുകൾ എല്ലാം വേണം നാടിൻ്റെ ഈ റെസ്റ്റോറൻറ്റ്സ് അല്ലെങ്കിൽ ഭക്ഷണശാലകൾ, ഭക്ഷണ വിതരണ കേന്ദ്രങ്ങൾ, ഇതെല്ലാം ഒരു നാടിൻ്റെ സാമ്പത്തിക ശാസ്ത്രത്തെ താങ്ങി നിർത്തുന്ന, അല്ലെങ്കിൽ ആ സാമ്പത്തിക മേഖലയ്ക്ക് ഇതൊക്കെ അനിവാര്യമാണ്. പക്ഷെ അപ്പോഴും എൻ്റെ ചോദ്യം, ഇന്ന് എത്ര മലയാളി വീടുകളിൽ ഭക്ഷണം പാചകം ചെയ്യുന്നുണ്ട്? മലയാളി തിരിച്ചു പോട്ടേന്നേ, ഒരു നേരമെങ്കിലും വീട്ടിൽ ഭക്ഷണം പാചകം ചെയ്യട്ടെ സ്വന്തമായിട്ട്. അതെ, നല്ലൊരു ആരോഗ്യം സമ്പാദ്യമായി ഇല്ലെങ്കിൽ നമുക്ക് പിന്നെ എന്താണ്? ഇപ്പോൾ എൻ്റെ അടുത്ത് ഒരാൾ പറഞ്ഞ സ്റ്റേറ്റ്മെൻറ്റ് ഞാൻ കഴിഞ്ഞ പ്രാവശ്യം പറഞ്ഞത്, 10 തലമുറയ്ക്കുള്ളത് സമ്പാദിച്ചു വെച്ചിടണം. അത് തിന്നാൻ 10 തലമുറ വേണ്ടേ? അതുണ്ടാവണമെങ്കിൽ നല്ല രക്തം ഉണ്ടാവണം. നല്ല രക്തം ഉണ്ടാവണമെങ്കിൽ നല്ല ഭക്ഷണം കഴിക്കണം. അപ്പോൾ ഇങ്ങനെ ആരോഗ്യ സമ്പന്നമായ ഭക്ഷണ രീതിയിൽ തുടങ്ങിയാൽ തന്നെ, ഇപ്പോൾ താങ്കൾ പറഞ്ഞത് ചൈനീസ് ഫുഡ്, തായ് ഫുഡ്, ജപ്പാൻ ജാപ്പനീസ് ഫുഡ് അല്ലേ, അങ്ങനെ ഓരോ മെനഞ്ഞാന്നുണ്ടായ ഗൾഫ് രാജ്യങ്ങളിൽ അവർ അറബിക് ഫുഡ്. അപ്പം ആയിരക്കണക്കിന് വർഷങ്ങൾ പഴക്കമുള്ള ചൈതന്യമുള്ള ആഹാര ചൈതന്യമുള്ള എൻ്റെ രാജ്യമേ, എൻ്റെ കേരളമേ. ഞാൻ ഇപ്പോൾ കേരള ടൂറിസത്തിന് വേണ്ടിയില്ല, ഇന്ത്യൻ ടൂറിസത്തിന് വേണ്ടി പറഞ്ഞു, ഇത്രയും 28 സംസ്ഥാനങ്ങൾക്കും അവകാശപ്പെടാൻ പറ്റുന്ന റെസിപ്പിയും ടേസ്റ്റും ഉള്ള ഒരു രാജ്യം, മനോഹരമായ ഒരു രാജ്യം ഇന്ത്യ മാത്രമാണ്. ഓരോ സംസ്ഥാനത്തിനും അതിൻ്റെ രാജസ്ഥാനി ഫുഡ്, ഒരു ഫുഡ് ടൂറിസം നടത്തിയ അല്ലേ, ഒരു വർഷം നടത്താനുള്ള റെസിപ്പീസ് നമുക്ക് സ്വന്തമായിട്ടുണ്ട്. ഈ ഫുട്ബോൾ മാച്ചൊക്കെ പോലെ തന്നെ ഒരു ഫുഡ് ടൂറിസം മാച്ച് തന്നെ നമുക്ക് നടത്തണം അല്ലേ? അപ്പോൾ അങ്ങനെയാണ് കൾച്ചർ ബിൽഡ് ചെയ്യാൻ പറ്റുക. ഇപ്പോൾ ഈ ആഗ്രികൾച്ചറാണല്ലോ ലൈഫിലെ ആദ്യത്തെ കൾച്ചർ, ശരിയല്ലേ? ബാക്കിയെല്ലാം ഇപ്പൊ ഹൈന്ദവ കൾച്ചറോ അല്ലെങ്കിൽ മുസ്ലിം കൾച്ചറോ ക്രിസ്ത്യാനി കൾച്ചറോ ഒക്കെ ആഗ്രികൾച്ചറിന് ശേഷം വന്നല്ലേ? തീർച്ചയായിട്ടും അല്ലേ? അപ്പം ഇപ്പോൾ ഒരു ഇന്റർനാഷണലി എക്സ്പോഷർ ഉള്ള ഒരു പേഴ്സണാലിറ്റി ഇല്ലെങ്കിൽ അവരുടെയൊക്കെ ആരോഗ്യവും ഹെൽത്തും, ഇപ്പോൾ ഇന്ത്യ പോലത്തെ ഒരു രാജ്യത്തിന് ഏത് വർഷം ഫുട്ബോളിലേക്ക് ഒരു 11 രൂപയായിട്ട് എത്താൻ പറ്റും? ആ കമൻട്രി ഷൈജേട്ടൻ്റെ വായിലൂടെ കേൾക്കാൻ നമുക്കും ഭാഗ്യമുണ്ടാവട്ടെ. തീർച്ചയായിട്ടും. അങ്ങനെ പറയുമ്പോൾ സാങ്കേതികമായ എല്ലാത്തിനും നമുക്ക് കൂട്ടിയണക്കാം.
നമ്മൾ കഴിക്കുന്ന ഭക്ഷണമാണ് നമ്മുടെ ഫിസിക്കിൻ്റെ, നമ്മുടെ ആരോഗ്യത്തിൻ്റെ, നമ്മുടെ ശരീരത്തിൻ്റെ എല്ലാത്തിൻ്റെ അടിസ്ഥാനം. നമുക്ക് ഈ പറഞ്ഞ പോലെ 1984 ലോസ് ഏഞ്ചലസ് ഒളിമ്പിക്സിൽ സെക്കൻഡിൻ്റെ 100 വ്യത്യാസത്തിന് ഒരു ഓട്ടുമടൽ നഷ്ടപ്പെട്ട PT ഉഷ, അതിനുശേഷം നീരജ് ചോപ്ര വരേണ്ടി വന്നു ജാവലിൻ ത്രോയിൽ അത്ലറ്റിക്സിൽ. ആദ്യത്തെ മെഡൽ വരുന്നത് ഈ 2021 ടോക്കിയോയിലാണ്. അപ്പോൾ ആലോചിച്ച് നോക്ക്. അപ്പോൾ എന്തുകൊണ്ട് ഇത്രയും കാലം, അപ്പോൾ പറഞ്ഞ പോലെ അന്ന് എന്തുകൊണ്ടത് സാധിച്ചു? അന്ന് ഇതൊന്നുമില്ല. അന്ന് ഈ പറഞ്ഞ പോലെ നമ്മുടെ മുന്നിലൂടെ പാഞ്ഞ ഫുഡ് ആപ്പുകളൊന്നും ഇല്ല. മനസ്സിലായില്ല. അന്ന് നമ്മൾ രണ്ടുപേരും ഈ പറഞ്ഞ നമുക്ക് അന്നുള്ളത് കഞ്ഞിയും പുഴുക്കും, നല്ല കാർബോഹൈഡ്രേറ്റും നല്ല പ്രോട്ടീനും ഉള്ള നമ്മുടെ സിരകളെ ഉത്തേജിപ്പിക്കാൻ കഴിയുന്ന നല്ല ഭക്ഷണം. കാരണം നമ്മുടെ സംസ്കാരമാണ് നമ്മുടെ ആരോഗ്യം. ആ സംസ്കാരത്തെ നമ്മൾ എന്ന് മറക്കുന്നോ അന്ന് നമ്മുടെ ആരോഗ്യവും നഷ്ടപ്പെടും എന്ന് ഞാൻ പറയും. ഈ വിഷയം നമ്മൾ അടുത്ത ലെവലിലേക്ക് എൻഹാൻസ് ചെയ്യാനായിട്ട് ഞാൻ ഒരു വിശിഷ്ട വ്യക്തിയെ ഇൻട്രൊഡ്യൂസ് ചെയ്യാൻ പോവാണ്. ഇറ്റ് വിൽ ബി വെരി ഇൻട്രസ്റ്റിംഗ്. സം വോയിസസ് ഡിസ്ക്രൈബ് എ ഗെയിം, സം വോയിസസ് define an era. Thank you, Shaiju Damodaran, for reminding us that words can run, fly, fall, and sometimes make history. This was Shine with Nalan. Until the next story. Bye.